ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മുടെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ 2024-25 ഫൈനാൻഷ്യൽ ഇയറിലേക്ക് വേണ്ടിയുള്ള ബജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ ബജറ്റിനകത്തുള്ള പ്രധാനപ്പെട്ട കമ്പോണൻസ് എന്തൊക്കെയാണ് എന്ന് വേഗത്തിലൊന്ന് നോക്കുക. ആ ബജറ്റ് ഒറ്റ നോട്ടത്തിൽ എന്തൊക്കെയാണ് അതിനകത്തുള്ളത് എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ബജറ്റ് എന്ന് പറയുന്ന എക്കണോമിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ നിങ്ങളിപ്പോൾ UPSC പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും അതുപോലെ ഡിഗ്രി മെയിൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കാണെങ്കിലും അതുപോലെ തന്നെ LDC ഫസ്റ്റ് ഫേസ് അല്ല വരുന്ന LDC എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യൂണിയൻ ബജറ്റ് 2024-25 യൂണിയൻ ബജറ്റിൽ എന്തെല്ലാം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിന്റെ ഇംഗ്ലീഷിലായിരിക്കും ഈ ഒരു സ്ലൈഡുകളെല്ലാം ഉണ്ടായിരിക്കുക. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇതിന്റെ ഇംഗ്ലീഷും അതുപോലെ തന്നെ മലയാളത്തിലുള്ള നോട്ടുകൾ ഇന്ന് നാളെയായിട്ട് എന്ത് ചെയ്യും, ഷെയർ ചെയ്യും. അപ്പോൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ നോട്ട്സ് കിട്ടും. അപ്പോൾ ഇന്നത്തെ ബജറ്റിനെ പറ്റി നമുക്ക് വേഗത്തിലൊന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ നോക്കുന്നത്, ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണ്. അപ്പൊ 2024-25 ബജറ്റിന്റെ പ്രത്യേകത നമുക്കറിയാം. മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അവതരിപ്പിക്കുന്ന ആദ്യ ബജറ്റ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ നമുക്കറിയാം കഴിഞ്ഞ ഈ വർഷം ഫെബ്രുവരി 1-ാം തീയതി ഒരു ബജറ്റ് അവതരിപ്പിച്ചിരുന്നു. അതെന്തായിരുന്നു? അതൊരു ഇടക്കാല ബജറ്റ്, ഇന്ററിം ബജറ്റ് ആയിരുന്നു ഫെബ്രുവരിയിൽ അവതരിപ്പിച്ചല്ലേ. അതായത് ഇന്ററിം ബജറ്റ് എന്താണെന്നുള്ള കാര്യം നമുക്കറിയാം. ഒരു ഇലക്ഷൻ ഫേസ് ചെയ്യാൻ പോകുന്ന ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന ബജറ്റാണ് ഇന്ററിം ബജറ്റ്. അപ്പോൾ രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ഇന്ററിം ബജറ്റ് ഈ വർഷം ഫെബ്രുവരി 1-ന് അവതരിപ്പിച്ചു. ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞ് വീണ്ടും മോദി സർക്കാർ അധികാരത്തിൽ വരുന്നു. അവരുടെ ആദ്യത്തെ ബജറ്റ് ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് നമ്മുടെ പാർലമെന്റിൽ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുകയുണ്ടായി. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് തുടർച്ചയായി 7-ാം തവണ ബജറ്റ് അവതരിപ്പിക്കുന്ന വ്യക്തിയായിട്ട് നമ്മുടെ നിർമ്മല സീതാരാമൻ മാറി. അപ്പൊ ആരുടെ റെക്കോർഡായിരുന്നു തകർത്തത്? മൊറാർജി ദേശായി. അദ്ദേഹം 6 തവണയായിരുന്നു തുടർച്ചയായിട്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ഏറ്റവും കൂടുതൽ ബജറ്റ് മൊറാർജി ദേശായി തന്നെയാണ്, 10 ബജറ്റ്. തുടർച്ചയായിട്ട് 6 ബജറ്റുകൾ അവതരിപ്പിച്ച വ്യക്തികളായിരുന്നു മൊറാർജി ദേശായും നിർമ്മല സീതാരാമനും. ഇപ്പോൾ നിർമ്മല സീതാരാമൻ 7 ബജറ്റ് അവതരിപ്പിച്ച് തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിക്കുന്നു. തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിക്കുന്ന വ്യക്തിയായിട്ട് നിർമ്മല സീതാരാമൻ മാറുന്നുണ്ട്. ആ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. അതിൽ 6 കേന്ദ്ര ബജറ്റിലും 7 കേന്ദ്ര ബജറ്റിൽ ഒരെണ്ണം ഇന്ററിം ബജറ്റ് ആണെന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് ഇതിന്റെ 2024-25 രണ്ട് പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ എന്ന് പറയുന്നത്. ഇനി ഈ ബജറ്റ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ധനകാര്യമന്ത്രി 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ്? ഇന്ത്യാസ് എക്കണോമിക് ഗ്രോത്ത് കണ്ടിന്യൂസ് ടു ബി ഷൈനിങ് എക്സെപ്ഷൻസ് ആൻഡ് വിൽ റിമെയിൻ സോ ഇൻ ദ ഇയേഴ്സ് അഹെഡ്. അതായത് നമ്മൾ ബജറ്റ് തുടങ്ങുമ്പോൾ പറയുന്നുണ്ട് ലോകത്തെ സ്ഥിതി, അതായത് ഈ പറയുന്ന പോലെ സാമ്പത്തിക സാഹചര്യം ഭയങ്കര മോശമാണ്, രാജ്യങ്ങളുടെ വളർച്ചയെല്ലാം വളരെ കുറവാണ്, അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ എല്ലാം ലോകത്ത് പല രാജ്യങ്ങളിലും കൂടുതലാണ്. എന്നിരുന്നാൽ പോലും ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്? വളർച്ചാ നിരക്ക് മറ്റ് രാജ്യങ്ങൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യ വലിയ രീതിയിൽ വളർച്ച കൈവരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം അല്ലെങ്കിൽ വിലക്കയറ്റം വളരെ കുറവാണ്. നമ്മൾ 4% എന്ന് പറയുന്ന ലക്ഷ്യത്തിലോട്ട് നമ്മൾ അടുക്കുകയാണ്. അതായത് ഇന്ത്യക്ക് ഒരു ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. 4% ±2%, 4 ±2, അതാണ് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റ്. ഇന്ത്യ ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം ലക്ഷ്യമായിട്ട് വെച്ചിരിക്കുന്നത് 4% വരെ പണപ്പെരുപ്പം ആകാം. 2 അങ്ങോട്ടും കൂടാം, 2 ഇങ്ങോട്ടും കുറയാം. അപ്പൊ ഇന്ത്യ 4% എന്ന് പറയുന്ന പണപ്പെരുപ്പത്തിലോട്ട് അടുക്കുകയാണെന്ന് നിർമ്മല സീതാരാമൻ ഈ ഒരു ബജറ്റിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കോർ ഇൻഫ്ലേഷൻ അതൊന്ന് നോക്കിയിരിക്കുക, വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. കോർ ഇൻഫ്ലേഷൻ 3.1% ആണെന്ന് പറയുന്നുണ്ട്. കോർ ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഫുഡിന്റെയും ഫ്യൂവലിന്റെയും വില കഴിഞ്ഞ് ബാക്കിയുള്ള സാധനങ്ങളുടെ വിലയാണ് കോർ ഇൻഫ്ലേഷനകത്ത് വരുന്നത്. അപ്പൊ കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഭക്ഷണ സാധനങ്ങളുടെയും ഇന്ധനങ്ങളുടെയും വില ഉൾപ്പെടുത്താതെ നമ്മൾ വിലക്കയറ്റം അല്ലെങ്കിൽ പണപ്പെരുപ്പം കണക്കാക്കുന്നതിനെയാണ് കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നോൺ ഫുഡ് നോൺ ഫ്യൂവൽ ഇൻഫ്ലേഷൻ, അതായത് അതിനകത്ത് ഫുഡിന്റെയും ഫ്യൂവലിന്റെയും വില ഉണ്ടാകത്തില്ല. അത് 3.1% ആണ് GDP-യുടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പൊ ഇത് ആദ്യമേ എന്ത് ചെയ്യുന്നുണ്ട്, ബജറ്റിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നതാണ്. പുതിയ ഗവൺമെന്റ് വന്നു, അധികാരം ഏറ്റെടുത്തു, മറ്റു രാജ്യങ്ങളൊക്കെ പിന്നോട്ട് പോകുമ്പോഴും ഇന്ത്യ വളർച്ചയുടെ കാര്യത്തിൽ മുന്നോട്ടാണ്. ഇൻഫ്ലേഷൻ ഇന്ത്യയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മുടെ ഇന്ററിം ബജറ്റ് സമയത്ത് ഗവൺമെന്റ് വികസിത ഭാരതത്തിന് വേണ്ടിയുള്ള റോഡ് മാപ്പിനെ പറ്റി പറഞ്ഞായിരുന്നു. അതായത് വികസിത ഭാരതത്തിന് വേണ്ടിയുള്ള റോഡ് മാപ്പിൽ 4 പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ ഊന്നൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അത് ഈ ഒരു ബജറ്റിനകത്തും ഗവൺമെന്റ് പറയുന്നുണ്ട്. ഫോക്കസ് ഓൺ 4 മേജർ കാസ്റ്റ്, 4 പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ ഊന്നൽ കൊടുക്കുന്നു.
ഒന്ന് അന്നദാത, കർഷകരാണ് ഒന്നാമത്തെ വിഭാഗം. 2 ഗരീബ്, പുവർ, പാവപ്പെട്ടവർ. 3 മഹിളായൻ, സ്ത്രീകൾ. 4 യൂത്ത്. അപ്പൊ 4 വിഭാഗങ്ങൾ. വികസിത ഭാരതത്തിലേക്കുള്ള യാത്രയിൽ 4 വിഭാഗങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണമെന്ന് ഇടക്കാല ബജറ്റിൽ പറഞ്ഞു. അതിപ്പോ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അന്നദാത കർഷകർ, പാവപ്പെട്ട ആൾക്കാർ, സ്ത്രീകൾ, അതുപോലെ തന്നെ യുവജനങ്ങൾ. ഇനി അടുത്ത ഈ ബജറ്റിന്റെ തീം 2024-25 നമ്മൾ ഇതിനെ ഫുൾ ബജറ്റ് എന്നോ റിവൈസ്ഡ് ബജറ്റ് എന്നോ പറയാം. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ബജറ്റിന്റെ പ്രത്യേകത അതൊരു ഇന്ററിം ബജറ്റ് ആണ്. ഇത് പുതുക്കിയ ബജറ്റ് അല്ലെങ്കിൽ മുഴുവൻ ബജറ്റ്, ഫുൾ ബജറ്റ് എന്ന് പറയാം. കാരണം ഇലക്ഷൻ കഴിഞ്ഞ് അവതരിപ്പിക്കുന്നതിന് നമ്മൾ ഫുൾ ബജറ്റ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ 2024-25 ഫുൾ ബജറ്റിന്റെ തീം എന്താ? ഒന്ന് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് തൊഴിലവസരങ്ങൾ, കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ബജറ്റ് ഈ 4 തീമിന്റെ അടിസ്ഥാനത്തിലാണ് ബജറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത് തൊഴിലവസരങ്ങൾ, എംപ്ലോയ്മെന്റ്. 2 സ്കില്ലിംഗ്, നൈപുണ്യ വികസനം എന്നുള്ള സ്കില്ലിംഗ്. മറ്റൊന്ന് MSME, മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസ്, അതായത് ചെറുകിട വ്യവസായങ്ങൾക്ക് ഊന്നൽ കൊടുക്കുക. അടുത്ത് മിഡിൽ ക്ലാസ്, ഇടത്തരക്കാര്. അപ്പൊ ഈ 4 വിഭാഗങ്ങളെയും പ്രാധാന്യം കൊടുത്താണ് ഈ ഒരു ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ തയ്യാറാക്കിയിരിക്കുന്നതാണ് പറയുന്നതാണ് ബജറ്റിന്റെ തീം. ബജറ്റിന്റെ തീം 4 മേഖലകളിലാണ് ഫോക്കസ് കൊടുക്കുന്നത്. എംപ്ലോയ്മെന്റ്, സ്കില്ലിംഗ്, MSME, മിഡിൽ ക്ലാസ്, തൊഴില്, നൈപുണ്യ വികസനം, അതുപോലെ ചെറുകിട സ്ഥാപനങ്ങൾ. MSME എന്ന് വെച്ചാൽ ചെറുകിട സ്ഥാപനങ്ങൾ, നമുക്ക് അറിയാവുന്നതാണ്. മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസ്, അതുപോലെ മിഡിൽ ക്ലാസ്, ഇടത്തരക്കാര്. ഇനി ഈ ബജറ്റ് 9 പ്രയോറിറ്റീസ്, 9 മേഖലകളെ പ്രയോറിറ്റീസ് ആയിട്ട് വച്ചിരിക്കുന്നു. 9 മേഖലകളിലെ വികസിത ഭാരതത്തിന് വേണ്ടിയുള്ള പ്രയോറിറ്റികൾ, മുൻഗണനകളായിട്ട് 9 മേഖലകളാണ് പറഞ്ഞിട്ടുള്ളത്. 9 പ്രയോറിറ്റീസ് ഫോർ വികസിത് ഭാരത്. അപ്പൊ ഈ ഒരു ബജറ്റിനകത്ത് 9 മേഖലകൾ, വികസിത ഭാരതത്തിന് വേണ്ടിയുള്ള 9 മുൻഗണനാ വിഭാഗങ്ങൾ അല്ലെങ്കിൽ മേഖലകളായിട്ട് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് 9 മേഖല? അപ്പൊ അടുത്ത എക്സാമിന് പോകുന്നവര് ഈ 9 പ്രയോറിറ്റികൾ, 9 മുൻഗണനാ മേഖലകളെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കാം. ഒന്ന് പ്രൊഡക്ടിവിറ്റി ആൻഡ് റിസൈലൻസ് ഇൻ അഗ്രികൾച്ചർ, അതായത് കാർഷിക മേഖലയുടെ ഉൽപാദനക്ഷമത കൂട്ടാനും അതുപോലെ തന്നെ കാർഷിക മേഖലയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള മാർഗം ഒന്നാമത്തെ മുൻഗണന കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് എംപ്ലോയ്മെന്റ് ആൻഡ് സ്കില്ലിംഗ്, അതിനകത്ത് തൊഴില്, അതുപോലെ തന്നെ വൈദഗ്ധ്യം, നൈപുണ്യ വികസനം തുടങ്ങിയ കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. മൂന്നാമത് ഇൻക്ലൂസീവ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്, അതായത് ഇതിനകത്ത് പറയുന്നത് സാമൂഹ്യ നീതിയും സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതി. ഇൻക്ലൂസീവ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ എന്താ? മാനവ വിഭവശേഷി വികസനം. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, മാനവ വിഭവശേഷി വികസനം, അതെങ്ങനെയായിരിക്കണം? ഇൻക്ലൂസീവ്, എല്ലാ വിഭാഗക്കാരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള വിഭവശേഷി വികസനമായിരിക്കണം. അല്ലാതെ സ്ത്രീകളെ മാറ്റി നിർത്തി, SC/ST വിഭാഗക്കാരെ മാറ്റി നിർത്തി, ട്രൈബൽസിനെ മാറ്റി നിർത്തി, അല്ലെങ്കിൽ അങ്ങനെ ഓരോ വിഭാഗക്കാരെ മാറ്റി നിർത്തി, കമ്മ്യൂണിറ്റീസിനെ മാറ്റി നിർത്താതെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വികസനം, ഇൻക്ലൂസീവ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്നാണ് പറയുന്നത്. എല്ലാവരെയും ഉൾപ്പെടുത്തിയുള്ള മാനവ വിഭവശേഷി വികസനവും സാമൂഹ്യ നീതിയും. അതിനുശേഷം മാനുഫാക്ചറിങ് ആൻഡ് സർവീസ്, അതായത് നമുക്കറിയാം മാനുഫാക്ചറിങ് സെക്ടർ, നമുക്കറിയാലോ എന്താ, വ്യവസായ മേഖലയും സേവന മേഖലയെയും പറ്റി പറയുന്നുണ്ട്. അടുത്ത് വ്യവസായവും സേവന മേഖലയിലും പ്രാധാന്യം കൊടുക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അർബൻ ഡെവലപ്മെന്റ്, നഗര വികസനം, നമുക്കറിയാം നഗരങ്ങൾ ഇപ്പൊ നഗരവൽക്കരണം വേഗത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ നഗര വികസനം, നഗരത്തെ ജനങ്ങളെ പിന്നെ കൂടുതൽ ഊന്നൽ കൊടുത്ത് നഗരവികസനത്തിനെ പറ്റി പറയുന്നുണ്ട്. എനർജി സെക്യൂരിറ്റിനെ പറ്റി പറയുന്നുണ്ട്. ഊർജ സുരക്ഷ, എനർജി സെക്യൂരിറ്റി. മറ്റൊന്ന് ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യ വികസനമാണ് 7ാമത്തെ പ്രയോറിറ്റി. അത് കഴിഞ്ഞ് ഇന്നവേഷൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, അതായത് നമുക്കറിയാം റിസർച്ചും ഡെവലപ്മെന്റുകളും, പുതിയ കണ്ടുപിടുത്തങ്ങൾ, ഡെവലപ്മെന്റ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ, പുതിയ സാങ്കേതിക വിദ്യകൾ കണ്ടെത്തുന്നു, അത്തരത്തിലുള്ള ഇന്നവേഷൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. നെക്സ്റ്റ് ജനറേഷൻ റിഫോംസ്, അടുത്ത തലമുറ പരിഷ്കാരങ്ങൾ, അടുത്ത തലമുറയിലേക്ക് വേണ്ടിയിട്ടുള്ള പുതിയ രീതിയിലുള്ള പരിഷ്കാരങ്ങൾ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വികസിത ഭാരതത്തിനുള്ള 9 പ്രയോറിറ്റികൾ എന്ന് പറയുന്നത്. അപ്പൊ വികസിത ഭാരതത്തിന് വേണ്ടിയുള്ള 9 പ്രയോറിറ്റികൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം ഒന്ന് നോക്കിയിരിക്കുക. 9 പ്രയോറിറ്റികൾ, വികസിത ഭാരതം എന്ന് പറയുന്ന ലക്ഷ്യം കൈവരിക്കാൻ 9 മേഖലകൾക്കാണ് നമ്മൾ മുൻഗണന കൊടുത്തിരിക്കുന്നത്. ആ മേഖലകൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് productivity and resilience in agriculture, employment and skilling, inclusive human resource development and social justice, manufacturing and service, urban development, energy security, infrastructure, innovation, research and development, next generation reforms. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത്, നമുക്കിനി അടുത്ത് പ്രധാനപ്പെട്ട, അപ്പോൾ ഓരോന്നിനെ പറ്റി നമുക്ക് ഇവിടെ നോക്കണം. അതായത് അഗ്രികൾച്ചറിൻ്റെ അകത്ത് എന്തൊക്കെ സ്കീമുകൾ, എന്തൊക്കെ അനൗൺസ്മെന്റ് ഗവൺമെന്റ് നടത്തിയിട്ടുണ്ട്, എംപ്ലോയ്മെന്റ് അകത്ത് എന്തൊക്കെ നടത്തിയിട്ടുണ്ട്, അതുപോലെ മാനുഫാക്ചറിംഗിൻ്റെ അകത്ത് എന്തൊക്കെ അനൗൺസ്മെന്റ് ഗവൺമെന്റ് നടത്തിയിട്ടുണ്ടെന്ന് നോക്കാം. അതിനു മുന്നേ
ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ എക്സാമുകളിൽ കൂടുതലായിട്ട് നമുക്ക് കണ്ടുവരുന്ന കുറച്ച് ടോപ്പിക്കുകൾ നോക്കിയിട്ട് കുറച്ച് ഡെപ്തിൽ നമുക്ക് പോകാം. ആദ്യം ഏറ്റവും കൂടുതൽ കാശ് എവിടുന്ന് വരുന്നു, ഏറ്റവും കാശ് എങ്ങോട്ടാണ്, ഏത് ചെലവിനാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കണ്ടേ. കാരണം മുൻ വർഷങ്ങളിൽ പലതവണ ഡിഗ്രി ലെവൽ എക്സാമുകളിലൊക്കെ പലതവണ കൂടുതൽ ചോദിച്ചിട്ടുണ്ട് എവിടുന്നാണ് കാശ് വരുന്നത്. അപ്പൊ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ റെസീപ്റ്റ് എന്ന് നമുക്ക് ഇപ്പോഴും പറയാവുന്നത് ഏത് തന്നെയാണ്, ബോറോയിങ്സ് ആൻഡ് അതർ ലൈബിലിറ്റീസ് തന്നെയാണ്. അപ്പൊ 2024-25 2024-25 ബജറ്റ് പ്രകാരം ഒന്നാം സ്ഥാനത്ത് ബോറോയിങ്സ് ആൻഡ് അതർ ലൈബിലിറ്റീസ്, അതായത് ബോറോയിങ്സ് കടം, അതുപോലെ തന്നെ മറ്റ് ബാധ്യതകളും, മനസ്സിലായാലും വായ്പ എടുക്കുക, കടം എടുക്കുക, മറ്റ് ബാധ്യതകളാണ് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ വരുമാനം. അത് കുറെ വർഷങ്ങളായിട്ട് അത് തന്നെയാണ് ഗവൺമെന്റ് ഏറ്റവും വലിയ വരുമാനം, അതിൽ മാറ്റമൊന്നും തന്നെ ഇല്ല. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വരും, ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ റെസീപ്റ്റ്, ഗവൺമെന്റ് ഏറ്റവും വലിയ വരുമാനം എന്ന് ചോദിച്ചാൽ അത് കടമെടുക്കുന്നു, അതുപോലെ മറ്റ് ബാധ്യതകൾ. 27%, 100 രൂപ ഗവൺമെന്റിന് കിട്ടുമ്പോൾ 27 രൂപ അവിടെ നിന്നാണ് കിട്ടുന്നത്. അതേസമയം നിങ്ങളുടെ ഏറ്റവും വലിയ നികുതി വരുമാനം ഏതാണെന്നൊരു ചോദ്യം വരുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യം തന്നിട്ട് ഈ ഒരു കടവും മറ്റ് ബാധ്യതകളും ഇല്ല, പകരം നികുതികളെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ നികുതി വരുമാനം ആദായ നികുതി, ഇൻകം ടാക്സ് ആണ്. ഗവൺമെന്റ് ഏറ്റവും വലിയ നികുതി വരുമാനം 19%, അതായത് 100 രൂപ കിട്ടിയാൽ 19 രൂപയും നികുതി വരുമാനം ഏതാണ്, ഇൻകം ടാക്സ് ആണ്, ആദായ നികുതി. രണ്ടാം സ്ഥാനമുള്ള നികുതി GST ആണ്. മൂന്നാമത് കോർപ്പറേഷൻ ടാക്സ് ആണ്. കഴിഞ്ഞ വർഷം വരെ GST ആയിരുന്നു ഫസ്റ്റ്. അപ്പോൾ ഇൻകം ടാക്സ് ആണ് ഇത്തവണ ഫസ്റ്റ് എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ നമ്മുടെ ഇന്ററിം ബജറ്റിലും പറയുന്നുണ്ട് ഇൻകം ടാക്സ് ആണ് ഫസ്റ്റ്, രണ്ടാമത് GST ആണ്, മൂന്നാമത് കോർപ്പറേഷൻ ടാക്സ്, അതായത് കമ്പനികൾ അടയ്ക്കുന്ന നികുതിയാണ് കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ ആണല്ലോ. ഏറ്റവും വലിയ വരുമാനം, ഏറ്റവും വലിയ വരവെന്ന് പറയുന്നത് കടവും മറ്റ് ബാധ്യതകളുമാണ്. അത് ഏറ്റവും വലിയ നികുതി വരുമാനം ഇൻകം ടാക്സ്, രണ്ടാമത് GST, മൂന്നാമത് കോർപ്പറേഷൻ ടാക്സ്. ഇനി ഗവൺമെന്റ് പൈസ എങ്ങോട്ടാണ് പോകുന്നത് ഏറ്റവും കൂടുതൽ? അപ്പൊ കഴിഞ്ഞ വർഷം വരെ നമ്മൾ നോക്കിയിരുന്നു, നമുക്കറിയാവുന്നതാണ്, ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഗവൺമെന്റ് ഏറ്റവും വലിയ പൈസ, അതായത് ഏറ്റവും വലിയ ഒറ്റ ചിലവ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുമായിരുന്നു ഇൻട്രസ്റ്റ് പേയ്മെന്റ്, പലിശ അടവാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത്തവണ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ്, സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന നികുതി വിഹിതം, സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന ഡ്യൂട്ടീസിന്റെ വിഹിതം 21%. അപ്പൊ ശ്രദ്ധിച്ചേ, ഇത് പഠിക്കുക, കാരണം അറിഞ്ഞിരിക്കുക, വലിയൊരു ചേഞ്ച് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ വർഷം വരെ ഗവൺമെന്റ് ഏറ്റവും വലിയ ചിലവായിരുന്നു ഇൻട്രസ്റ്റ് പേയ്മെന്റ്, ഗവൺമെന്റ് എടുക്കുന്ന ലോണുകൾക്ക് പലിശ കൊടുക്കുന്നു. പക്ഷേ ഇത്തവണ അത് മാറിയിട്ടുണ്ട്. 2024-25 ബജറ്റ്, 2024-25 ബജറ്റ് പ്രകാരം ഏറ്റവും വലിയ ഗവൺമെന്റിന്റെ ചിലവെന്ന് പറയുന്നത് സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ്, സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന നികുതിയുടെ വിഹിതം. മനസ്സിലായല്ലോ? സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന നികുതി വിഹിതം, ഡ്യൂട്ടീസിന്റെ വിഹിതമാണ് ഏറ്റവും വലിയ ഗവൺമെന്റ് ചെലവ്. രണ്ടാം സ്ഥാനമാണ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്, പലിശ അടവുകൾ രണ്ടാം സ്ഥാനമാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? ആ ഒരു പോയിന്റ് മനസ്സിലാക്കുക. മൂന്നാം സ്ഥാനം സെൻട്രൽ സെക്ടർ സ്കീം, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളുണ്ട്, അതായത് പല ആവശ്യങ്ങൾക്കും വേണ്ടി 16%. അപ്പൊ അറിഞ്ഞിരിക്കുക, സ്റ്റേറ്റുകൾക്ക് കൊടുക്കുന്ന ടാക്സും ഡ്യൂട്ടിയാണ് ഒന്നാം സ്ഥാനം, ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആണ് രണ്ടാം സ്ഥാനം എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കുക. ഇവിടെ ഡിഫൻസ് എന്ന് പറയുന്നത് എത്രയാണുള്ളത്? 8% ആണ് ഡിഫൻസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ആരും ആദ്യം ഡിഫൻസ് കയറി കറപ്പിക്കരുത്, ഡിഫൻസ് അല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും പലതവണ PSC പല എക്സാമുകൾക്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. ഏറ്റവും വലിയ വരുമാനം, ഏറ്റവും വലിയ ചിലവ് ഏതൊക്കെയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക, ഏറ്റവും വലിയ വരുമാനം ഏത് തന്നെയാണ്, കടമെടുക്കുക, മറ്റ് ബാധ്യതകൾ. ഏറ്റവും വലിയ നികുതി വരുമാനം ഇൻകം ടാക്സ്, ഏറ്റവും വലിയ ചിലവ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് അല്ല, നികുതികളാണ് എന്നുള്ള കാര്യം, സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന നികുതി വിഹിതം. ഇനി അടുത്ത് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ഫിസ്ക്കൽ ഡെഫിസിറ്റിനെ പറ്റി ചോദ്യങ്ങൾ വരാറുണ്ട്. ഫിസ്ക്കൽ ഡെഫിസിറ്റിനെ പറ്റി ചോദ്യങ്ങൾ വരുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് നമുക്കറിയാം, ബജറ്റിൽ പറഞ്ഞത് 5.9, റിവൈസ് എസ്റ്റിമേറ്റ് 5.8 ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ വർഷത്തെ ബജറ്റ് വന്നപ്പോൾ അത് 5.6 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെയാണ്, 2023-24 5.6. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള റിവൈസ് ആയിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം 5.6 ആണ് 2023-24 ഫിസ്ക്കൽ ഡെഫിസിറ്റ്, ധനക്കമ്മി. ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ സർക്കാരിന്റെ ധനക്കമ്മി എന്നാണ് അർത്ഥം. അപ്പോൾ ഇനി അടുത്ത വർഷം 2024-25 24-25 നമ്മുടെ ധനക്കമ്മിയായി പ്രതീക്ഷിക്കുന്നത് 4.9%. അപ്പൊ ശ്രദ്ധിക്കുക, പുതിയ പോയിന്റ് നമുക്ക് കിട്ടി. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഗവൺമെന്റ് നമ്മുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്നത് 4.9% ആയിരിക്കും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, 2024-25 ഗവൺമെന്റ് നമ്മുടെ
ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്ന 4.9% ആയിരിക്കും. അപ്പൊ ഇന്ത്യ ഉദ്ദേശിക്കുന്ന എന്താണ്? അടുത്ത വർഷം, അത് കഴിഞ്ഞിട്ടുള്ള വർഷം 4.5% ആയിട്ട് കുറയ്ക്കുക. അതുപോലെ തന്നെ 2026-27 മുതൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെന്റ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് കുറച്ചു കൊണ്ടുവരിക. അതുവഴി ഓരോ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്? കേന്ദ്ര സർക്കാരിന്റെ ഡെറ്റ്, കടം കുറച്ചു കൊണ്ടുവരിക. GDP നോക്കുന്ന സമയത്ത് പെർസെന്റേജ് അടിസ്ഥാനത്തിൽ കടത്തിന്റെ അളവ് ഓരോ വർഷവും കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട് 2026-27 മുതൽ. അപ്പൊ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ വേഗത്തിലൊന്ന് പറഞ്ഞാൽ, അടുത്ത വർഷം ഈ ബജറ്റ് പ്രകാരം 2024-25 4.9% ആണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ഗവൺമെന്റ് ധനക്കമ്മിയായിട്ട് പ്രതീക്ഷിക്കുന്നത്. ഫിസ്ക്കൽ ഡെഫിസിറ്റിനെ പറ്റി എല്ലാം നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് കണ്ടു നോക്കുക, ധനക്കമ്മി. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള വർഷം 4.5. 2026-27 മുതൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കുറച്ചു കൊണ്ടുവന്ന് കേന്ദ്ര സർക്കാരിന്റെ കടം, ഡെറ്റ്, GDP ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള കടം കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ഏറ്റവും ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം 2023-24 5.6% ഇന്ത്യയുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് 2023-24. ഇനി അടുത്ത് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് നമ്മൾ നോക്കി. ഇനി നമ്മൾ പറയുന്ന പോലെ നമ്മൾ പറഞ്ഞല്ലോ എന്താണ് പ്രയോറിറ്റീസ് അല്ലെ? പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു 9 പ്രയോറിറ്റീസ് ആണ് ഗവൺമെന്റ് പറഞ്ഞെന്ന് പറഞ്ഞു. 9 മേഖലകൾ, പ്രാധാന്യം അർഹിക്കുന്ന 9 പ്രയോറിറ്റീസ് ഗവൺമെന്റ് പറഞ്ഞു. ആ 9 മേഖലകളിലകത്ത് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്ന്, പ്രൊഡക്ടിവിറ്റി ആൻഡ് റിസൈലൻസ് ഇൻ അഗ്രികൾച്ചർ. നമ്മൾ പറഞ്ഞു കാർഷിക മേഖലയിലെ ഉൽപാദനക്ഷമതയും അതുപോലെ തന്നെ പ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഒന്നാമത്, ട്രാൻസ്ഫോമിംഗ് അഗ്രികൾച്ചർ റിസർച്ച്. നമ്മൾ ഇപ്പോഴും നിലവിലുള്ള കാർഷിക മേഖലയിലെ റിസർച്ച് എന്ത് ചെയ്യുക? മൊത്തത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് പറയുന്നത്. അതായത് പ്രൊഡക്ടിവിറ്റി കൂട്ടുക. ഇപ്പോൾ നിലവിലുള്ള കാര്യങ്ങളും അപ്പുറം പുതിയ ഉൽപാദനക്ഷമത കൂട്ടുന്ന രീതിയിലുള്ള റിസർച്ചുകൾ നടത്തുക. അതുപോലെ തന്നെ ക്ലൈമറ്റ് റിസൈലന്റ് വെറൈറ്റീസ് ആയിട്ടുള്ള പുതിയ പുതിയ വിത്തിനങ്ങൾ, വിളകൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. അത്തരത്തിലുള്ള അഗ്രികൾച്ചർ റിസർച്ചിനെ മൊത്തത്തിൽ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ നാഷണൽ കോഓപ്പറേഷൻ പോളിസി, അതായത് നമ്മുടെ സഹകരണ മേഖല, കോഓപ്പറേറ്റീവ് സെക്ടർ അറിയാലോ. അപ്പോൾ കോഓപ്പറേറ്റീവ് സെക്ടർ, സഹകരണ മേഖലയുടെ ഒരു വികസനത്തിന്, ഒരു മൊത്തത്തിലുള്ള ഓൾറൗണ്ട് വികസനം, നമ്മുടെ സഹകരണ മേഖലയുടെ ഒരു ഓൾറൗണ്ട് വികസനത്തിന് വേണ്ടി ഒരു ദേശീയ സഹകരണ നയം കൊണ്ടുവരാൻ വേണ്ടി സർക്കാർ പറയുന്നുണ്ട്. ഒരു ദേശീയ സഹകരണ നയം, നാഷണൽ കോഓപ്പറേഷൻ പോളിസിനെ പറ്റി ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആത്മനിർഭരത, ഇത് കഴിഞ്ഞ ബജറ്റിൽ തന്നെ പറയുന്നുണ്ട്. അതായത് ഓയിൽ സീഡ്സ്, നമുക്കറിയാം എണ്ണക്കുരുക്കളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്ത, ആത്മനിർഭരത എന്ന് വെച്ചാൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ വേണ്ടിയിട്ട് മസ്റ്റാർഡ്, ഗ്രൗണ്ട്നട്ട്, സെസമെ, സോയാബീൻ, സൺഫ്ലവർ തുടങ്ങിയതെല്ലാം തന്നെ നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയുള്ള പദ്ധതികളെ പറ്റി പറയുന്നുണ്ട്. വെജിറ്റബിൾ പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ ചെയിൻ, വെജിറ്റബിൾ പ്രൊഡക്ഷനും സപ്ലൈ ചെയിനും മെച്ചപ്പെടുത്തുക. അതായത് FPOs, ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ, FPOസിന്റെ, അതായത് കൂടുതൽ FPOകളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സർക്കാർ പറയുന്നുണ്ട്. ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻസിന്റെ കൂടുതലായിട്ട് നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരിക. അതുപോലെ തന്നെ സപ്ലൈ ചെയിൻ എന്ന് വെച്ചാൽ എന്താ? ഉൽപാദകരിൽ നിന്ന് ഉപഭോക്താവിൽ എത്തുന്ന വരെയുള്ള സീരീസിന്, അതിനകത്ത് ഒരുപാട് യൂണിറ്റുകൾ ഉണ്ടല്ലേ, ഹോൾസെയിലർ, റീറ്റെയിലർ, സ്റ്റോറേജ് നടത്തുന്ന സ്ഥലം തുടങ്ങിയ എല്ലാം കൂടെ ചേരുന്നതാണ് സപ്ലൈ ചെയിൻ. അപ്പൊ ഈ സപ്ലൈ ചെയിൻ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരുന്നു. അതിനകത്ത് സ്റ്റോറേജ് ഫെസിലിറ്റി വരുന്നു, മാർക്കറ്റിംഗ് വരുന്നു, തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വരുന്നു വെജിറ്റബിളുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി അടുത്ത് പറയുന്നത് റിലീസ് ഓഫ് ന്യൂ വെറൈറ്റീസ്. മനസ്സിലായല്ലോ, 109 ന്യൂ ഹൈ yielding ആൻഡ് ക്ലൈമറ്റ് റിസൈലന്റ് വെറൈറ്റീസ്. അതായത് നമ്മുടെ ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ്, അതായത് പഴങ്ങളും പച്ചക്കറികളുമായിട്ട് ബന്ധപ്പെട്ട് 109 പുതിയ അത്യാധുനിക വിളകളുടെ വെറൈറ്റികൾ അവതരിപ്പിക്കുക. അതായത് എന്തിനാണ്? ഏതൊരു കാലാവസ്ഥയെയും പ്രതികൂലം, അല്ലെങ്കിൽ ഏതൊരു കാലാവസ്ഥ പ്രതികൂലമായിട്ട് ബാധിച്ചാലും അതിനെയൊക്കെ തരണം ചെയ്ത് വളരുന്ന രീതിയിലുള്ള പുതിയ തരം വിത്തിനങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യം പറയുന്നുണ്ട്. 109 ഹൈ yielding ക്ലൈമറ്റ് റിസൈലന്റ് വെറൈറ്റി ഓഫ് 32 ഫീൽഡ് ആൻഡ് 32 മേഖലകളിൽ ഹോർട്ടിക്കൾച്ചർ ക്രോപ്സിന്റെ അകത്തും പറയുന്നുണ്ട് ഗവൺമെന്റ്. മനസ്സിലായല്ലോ. അപ്പൊ അത് ഈ ഒരു പ്രൊഡക്ടിവിറ്റി ആൻഡ് റിസൈലൻസ് ഇൻ അഗ്രികൾച്ചറിനകത്താണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് പറയുന്ന മറ്റു കാര്യം നാച്ചുറൽ ഫാമിംഗ്. നമ്മുടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ജൈവ കൃഷി. അതായത് 1 കോടിയോളം കർഷകരെ പറ്റി പറയുന്നുണ്ട്. അവരെന്ത് ചെയ്യുന്നുണ്ട്? നാച്ചുറൽ ഫാമിങ്ങിലോട്ട് കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 10,000 നീഡ് ബേസ്ഡ് ബയോ ഇൻപുട്ട് റിസോഴ്സ് സെന്റർ. ബയോ ഇൻപുട്ട് റിസോഴ്സ് സെന്റർ എന്ന് വെച്ചാൽ ഈ ഒരു ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള, അതായത് അതിന് വേണ്ടിയിട്ടുള്ള വളങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊടുക്കാനുള്ള ബയോ റിസോഴ്സ് സെന്റർ എസ്റ്റാബ്ലിഷ് ചെയ്യുമെന്നും പറയുന്നുണ്ട്. മറ്റൊന്ന് ഷ്രിംപ് പ്രൊഡക്ഷൻ ആൻഡ് എക്സ്പോർട്ട്. നമുക്കറിയാം ചെമ്മീൻ, നമുക്ക് ഇന്ത്യയുടെ
സമുദ്രോൽപാദന കയറ്റുമതിയിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 2/3 എന്ന് പറയാൻ പറ്റുന്നത് ഷ്രിമ്പാണ്, ചെമ്മീനാണ്. അതായത് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മറ്റ് രാജ്യങ്ങളിലോട്ട് കയറ്റുമതി ചെയ്യുന്ന വസ്തു ഏതാണ്? സമുദ്ര ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ അത് ഷ്രിമ്പാണ്, ചെമ്മീനാണ്. അപ്പൊ അതിന്റെ പ്രോസസ്സിംഗ്, അതിന്റെ ഫാമിംഗ്, ഈ ഒരു ചെമ്മീൻ കൃഷിയും ചെമ്മീന്റെ സംസ്കരണം, അതിന്റെ എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നബാർഡ് വഴി സഹായം കൊടുക്കുമെന്ന് പറയുന്നുണ്ട് ഈ ബജറ്റിനകത്ത്. അപ്പൊ ഷ്രിമ്പ് പ്രൊഡക്ഷനും എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് സഹായം കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, ചെമ്മീൻ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് കസ്റ്റംസ് ഡ്യൂട്ടിയിൽ ഇളവുകൾ കൊടുക്കുമെന്ന് പിന്നീട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് കർഷകരുടെ ഭൂമി ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് ക്രോപ്പ് സർവേ, വിള സർവേ 400ഓളം ജില്ലകളിൽ നടക്കുമെന്ന് പറയുന്നു. അതുപോലെ ജൻ സമർത്ഥ് ബേസ്ഡ് കിസാൻ ക്രെഡിറ്റ് കാർഡ്, ജൻ സമർത്ഥ് ബേസ്ഡ് കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് വെച്ചാൽ എന്താ? ജൻ സമർത്ഥ് എന്ന് പറയുന്ന ഒരു പോർട്ടലാണ്. ജൻ സമർത്ഥ് എന്ന് പറയുന്ന പോർട്ടൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കടം കൊടുക്കുന്ന ആൾക്കാരും ബെനിഫിഷ്യറിയും തമ്മിൽ ഒരു ഡയറക്റ്റ് കണക്ഷൻ ഉറപ്പുവരുത്തുന്ന ഒരു വെബ്സൈറ്റ് ആണ് ജൻ സമർത്ഥ് പോർട്ടൽ എന്ന് പറയുന്നത്. അപ്പൊ ജൻ സമർത്ഥ് പോർട്ടൽ എന്ന് വെച്ചാൽ എന്താ? ഈ കർഷകർക്ക്, ഒരുപാട് ആൾക്കാർക്ക് ഫണ്ട് ആവശ്യമായിട്ട് വരില്ലേ, ലോണുകൾ ആവശ്യമായിട്ട് വരും. അപ്പൊ അത്തരത്തിൽ ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള ആൾക്കാരും ലോൺ കൊടുക്കുന്ന ലെൻഡേഴ്സും തമ്മിൽ ഒരു ഡയറക്റ്റ് കണക്ടിവിറ്റി ഉറപ്പുവരുത്തുന്ന കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു പോർട്ടലാണ്, വെബ് പോർട്ടലാണ് ജൻ സമർത്ഥ് എന്ന് പറയുന്നത്. അപ്പൊ ജൻ സമർത്ഥുമായിട്ട് ബന്ധപ്പെടുത്തി കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യുമെന്നാണ് ആര് പറയുന്നത്? കേന്ദ്ര സർക്കാർ പറയുന്നത്. അതുപോലെ ഇനി രണ്ടാമത്തെ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത് എംപ്ലോയ്മെന്റ് ആൻഡ് സ്കില്ലിംഗ് ആണ്. എംപ്ലോയ്മെന്റും സ്കില്ലിംഗുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കാര്യം ശ്രദ്ധിക്കുക, ഈ ഒരു ബജറ്റിനകത്ത് ഒരു പ്രധാനമന്ത്രിയുടെ പാക്കേജ് പ്രഖ്യാപിക്കുന്നുണ്ട് ഈ ഒരു ബജറ്റിനകത്ത്. അതായത് പ്രധാനമായിട്ടും 5 കാര്യങ്ങൾ അതിനകത്ത് വരുന്നത്. അതിൽ 3 എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട്, 1 സ്കില്ലിംഗുമായിട്ട് ബന്ധപ്പെട്ട്, 1 പിന്നീട് നമ്മൾ നോക്കും. അങ്ങനെ PM പാക്കേജ്, പ്രധാനമന്ത്രിയുടെ പാക്കേജിനകത്ത് വരുന്ന 5 കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അതിനകത്ത് 3 തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടത്, 3 സ്കീംസ് ഫോർ എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ്, അതായത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻസെന്റീവ് സ്കീം പ്രധാനമന്ത്രിയുടെ പാക്കേജിനകത്ത് വരുന്നു. ആ 3 സ്കീമുകളൊന്ന് നോക്കുക. ഒന്ന് സ്കീം എ, ഫസ്റ്റ് ടൈമേഴ്സ്, ആദ്യമായിട്ട് ജോലിക്ക് കയറുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസെന്റീവ് സ്കീം. രണ്ടാമത് ജോബ് ക്രിയേഷൻ ഇൻ മാനുഫാക്ചറിങ്, മാനുഫാക്ചറിംഗ് എന്ന് വെച്ചാൽ വ്യാവസായിക മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനുള്ള സ്കീം, അതാണ് സ്കീം ബി. മൂന്നാമത്തത് സ്കീം സി, സപ്പോർട്ട് ടു എംപ്ലോയേഴ്സ്, തൊഴിൽ ദാതാക്കൾ ഉണ്ടല്ലോ, എംപ്ലോയേഴ്സ്, അവരെ സപ്പോർട്ട് ചെയ്യുന്ന സ്കീം. അപ്പൊ ശ്രദ്ധിക്കുക, എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ പാക്കേജിൽ 3 എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ്, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട 3 ഇൻസെന്റീവ് സ്കീമുകൾ അവതരിപ്പിക്കുന്നു. ഒന്ന് ഫസ്റ്റ് ടൈമേഴ്സ്, ആദ്യമായിട്ട് ജോലിക്ക് കയറുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? 1 മാസത്തെ സാലറി 3 ഇൻസ്റ്റാൾമെന്റുകളായിട്ട് 15,000 രൂപ അവരുടെ അക്കൗണ്ടിലോട്ട് DBT, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആയിട്ട് ഗവൺമെന്റ് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 15,000 രൂപ ഒരു മാസത്തെ വേജസ്, അതായത് 1 ലക്ഷം രൂപ വരെയുള്ള ആൾക്കാർക്ക് 1 മാസത്തെ 15,000 രൂപ 3 തവണകളായിട്ട് അവരുടെ അക്കൗണ്ടിൽ ഡയറക്റ്റ് അയച്ചു കൊടുക്കും. ഏകദേശം 2 കോടിയോളം യുവാക്കൾക്ക് ഇതുവഴി ഗുണം ലഭ്യമാകുമെന്ന് പറയുന്നു. മറ്റൊരു സ്കീം ജോബ് ക്രിയേഷൻ ഇൻ മാനുഫാക്ചറിങ്, അതായത് ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഒരാൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ അയാളുടെ ആദ്യത്തെ 4 വർഷത്തെ എംപ്ലോയേഴ്സ് PF-ഉം, അതുപോലെ തന്നെ PF നമുക്കറിയാമല്ലോ, നമ്മുടെ സാലറിയിൽ നിന്ന് ഇത്ര % PF പിടിക്കും. അതുപോലെ തന്നെ നമ്മളെ എംപ്ലോയർ, നമ്മുടെ തൊഴിൽ ദാതാവും ആ PF-ൽ ഇത്ര രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പൊ ആദ്യത്തെ 4 വർഷം ജോലിക്ക് കയറുന്ന സമയത്ത് ആദ്യത്തെ 4 വർഷം ഈ PF-ൽ ചെറിയ ഇളവുകൾ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കും. അതായത് ആദ്യത്തെ 4 വർഷം PF-ൽ ചെറിയ എമൗണ്ട് കേന്ദ്ര സർക്കാരും കോൺട്രിബ്യൂട്ട് ചെയ്യും. അത് ഏകദേശം 30 ലക്ഷത്തോളം യുവാക്കൾക്ക് അതിന്റെ ഗുണം ലഭ്യമെന്നാണ് പറയുന്നത്. കാരണം ഞാനിപ്പോൾ ഒരു പുതിയതായിട്ട് ഒരു സ്ഥാപനത്തിൽ ജോലി കയറി, അപ്പൊ എന്റെ സാലറിയിൽ നിന്ന് ഒരു ഇത്ര % PF-ലോട്ട് പോകും. അതേ എമൗണ്ട് എന്റെ മുതലാളി, അതായത് എന്റെ എംപ്ലോയറും കൂടെ PF-ൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം. മുതലാളിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കയ്യിൽ നിന്നും പൈസ പോകുന്നുണ്ട്. അപ്പൊ അയാൾക്ക് പുതിയൊരാൾക്ക് ജോലി കൊടുക്കാൻ താല്പര്യം കാണത്തില്ല. അപ്പൊ അങ്ങനെ ഒരു അവസരം ഉണ്ടാകാതിരിക്കാൻ, പുതിയ ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പുതിയതായിട്ട് ജോലിക്ക് കയറുമ്പോൾ ആദ്യത്തെ ഒരു 4 വർഷം ഇതിലൊരു ഇളവുണ്ടാകും. ബാക്കി എമൗണ്ട് കേന്ദ്ര സർക്കാർ നമുക്ക് വേണ്ടി നിക്ഷേപിക്കും. മൂന്നാമത്തത് സപ്പോർട്ട് ടു എംപ്ലോയീസ്, അതായത് ആദ്യത്തെ 2 വർഷം ഒരു പുതിയ ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 2 വർഷം 3000 രൂപ വരെ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് നമ്മുടെ PF ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതായത് എംപ്ലോയറുടെ PF ആയിട്ട് ഗവൺമെന്റ് തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ 50 ലക്ഷം തൊഴിലവസരങ്ങൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പൊ 3 കാര്യങ്ങൾ പറയുന്നു. 1 ഫസ്റ്റ് ടൈമേഴ്സ്, 2 പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകാൻ, 3 എംപ്ലോയേഴ്സിനെ സഹായിക്കാൻ വേണ്ടി. ഇനി അടുത്ത 4ാമത്തെ സ്കീം എന്ന് പറയുന്നത് സ്കില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട. അപ്പൊ പ്രധാനമന്ത്രിയുടെ 3 സ്കീമുകൾ പറഞ്ഞു, 3ഉം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ 4ാമത്തെ സ്കീം സ്കില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വൈദഗ്ധ്യം, നൈപുണ്യ വികസനമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത്
20 ലക്ഷം യുവാക്കൾക്ക് 5 വർഷക്കാലത്തേക്ക് എന്ത് കൊടുക്കുമെന്ന് പറയുന്നു? സ്കില്ലിംഗ് പരിപാടി കൊടുക്കുമെന്ന് പറയുന്നു. 1000 ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇതിനു വേണ്ടി അപ്ഗ്രേഡ് ചെയ്യപ്പെടുമെന്ന് പറയുന്നത്. 1000-ഓളം ഈ പറയുന്ന തൊഴിൽ നൈപുണ്യ വികസനം കൊടുക്കാൻ വേണ്ടി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അപ്ഗ്രേഡ് ചെയ്യുമെന്ന് പറയുന്നു. അതുപോലെ കോഴ്സ് കണ്ടന്റ് ആൻഡ് ഡിസൈൻ അലൈൻഡ് ആസ് പെർ സ്കിൽ നീഡ് ഓഫ് ദ ഇൻഡസ്ട്രി. നമ്മുടെ ആ ഇൻഡസ്ട്രിയിൽ എന്താണോ ആവശ്യം, ഇപ്പൊ IT അല്ലെങ്കിൽ AI, അതുപോലെ എന്ത് ടൂളാണോ നമ്മൾ എന്ത് സ്കില്ലാണോ പഠിക്കാൻ പോകുന്നത്, ആ ഇൻഡസ്ട്രിയിൽ എന്താണോ ആവശ്യം, ഇപ്പൊ AI ആയിട്ട് ബന്ധപ്പെട്ട് ഡേറ്റ അനലിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്താണോ ആ ഇൻഡസ്ട്രി ആവശ്യപ്പെടുന്നത് അതേ രീതിയിലുള്ള പരിശീലനമായിരിക്കും സർക്കാർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വഴി. അപ്പൊ അത് 4ാമത്തെ സ്കീമാണ്. പ്രധാനമന്ത്രിയുടെ പാക്കേജിലെ 4ാമത്തെ സ്കീമാണ് സ്കില്ലിങ്ങിനകത്ത് വരുന്നത്. അപ്പൊ 3 സ്കീമുകൾ എംപ്ലോയ്മെന്റ് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടും ഒരു സ്കീം സ്കില്ലിങ്ങിനകത്താണ് വരുന്നത്. അതുപോലെ തന്നെ തൊഴിലിനകത്ത് വരുന്ന മറ്റൊരു കാര്യമാണ് സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്താൻ വേണ്ടി തൊഴിലിൽ, അതായത് തൊഴിലെടുക്കുന്ന കാര്യത്തിൽ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്താൻ സ്ത്രീകൾക്ക് ഹോസ്റ്റൽ സംവിധാനം, അവർ ജോലി ചെയ്യുന്ന വ്യവസായം അല്ലെങ്കിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഹോസ്റ്റൽ സംവിധാനം, അവരുടെ കുട്ടികളെ നോക്കാൻ വേണ്ടി ക്രഷ് സംവിധാനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരുക്കുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ വിദ്യാഭ്യാസ ലോണ് 10 ലക്ഷം വരെ നമ്മുടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ രാജ്യത്തിനകത്ത് പഠിക്കുന്ന ഉന്നത വിദ്യാഭ്യാസം നേടുന്ന കുട്ടികൾക്ക് 10 ലക്ഷം വരെ ലോൺ സംവിധാനം കൊടുക്കും. അത് ഈ വൗച്ചറായിട്ട് 1 ലക്ഷത്തോളം സ്റ്റുഡൻസിന് ഡയറക്റ്റ് അവർക്ക് ഈ വൗച്ചറുകളായിട്ട് അത് പ്രൊവൈഡ് ചെയ്യുമെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, വിദേശത്ത് പോയി പഠിക്കുന്നതിനെല്ലാം രാജ്യത്തിനകത്ത് പഠിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്ത 3ാമത്തത് ഇൻക്ലൂസീവ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. സാമൂഹ്യ നീതിയുമായിട്ട് ബന്ധപ്പെട്ട്, മാനവ വിഭവശേഷി വികസനവുമായിട്ട് ബന്ധപ്പെട്ട് പൂർവോദയയുടെ കാര്യം പറയുന്നുണ്ട്. പൂർവോദയ എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഈസ്റ്റേൺ ഭാഗത്തെ വികസനത്തിനെ പറ്റിയാണ് പറയുന്നത്. ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലെ വികസനം ഇവിടെ പറയുന്നുണ്ട്. വികാസ് ഭി വിരാസത് ഭി, അതായത് വികസനവും അതുപോലെ തന്നെ പൈതൃകവും, ഡെവലപ്മെന്റും അതുപോലെ തന്നെ ട്രഡിഷനും രണ്ടിന്റെയും വികസനം ഒരുമിച്ച് നടക്കുക. അതായത് നമ്മുടെ സംസ്ഥാനങ്ങളുടെ, അതായത് രാജ്യത്തിന്റെ വികസനം പ്ലസ് ട്രഡിഷൻ, നമ്മുടെ പരമ്പരാഗതം അല്ലെങ്കിൽ നമ്മുടെ പൈതൃകത്തിന്റെ വികസനം, അതാണ് വികാസ് ഭി വിരാസത് ഭി. ഇപ്പൊ പൂർവോദയ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഈസ്റ്റേൺ സ്റ്റേറ്റുകളെ ഫോക്കസ് ചെയ്തിട്ടാണ് പൂർവോദയ എന്ന് പറയുന്ന ഒരു പോളിസി. പൂർവോദയ എന്ന് പറയുന്ന ഒരു പോളിസി ഗവൺമെന്റ് അനൗൺസ് ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ ഏതൊക്കെ വരുന്നുണ്ട് അതിനകത്ത്? ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ആന്ധ്രാപ്രദേശ്. അപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. 3ാം മോദി ഗവൺമെന്റ് BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്തത് കൊണ്ട് തന്നെ ബീഹാറിലുള്ള നിതീഷ് കുമാറിന്റെയും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലുള്ള ചന്ദ്രബാബു നായിഡുവിന്റെ സപ്പോർട്ടോട് കൂടി അവർ ഭരിക്കുന്നുണ്ട്, ഒരു കോയിലേഷൻ ആയിട്ടല്ലേ, NDA. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ബീഹാറിനും ആന്ധ്രാപ്രദേശിനും കൂടുതൽ ഈ ബജറ്റിൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ പൂർവോദയ എന്ന് പറയുന്ന സ്കീമിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ബീഹാറും വരുന്നുണ്ട്, ആന്ധ്രാപ്രദേശും വരുന്നുണ്ട്. ഇത് കൂടാതെ ബീഹാറിന്റെ റോഡിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി, ബീഹാറിന്റെ വിമാനത്താവളങ്ങളുടെ ഡെവലപ്മെന്റിന് വേണ്ടി, ആന്ധ്രാപ്രദേശിന്റെ സ്പെഷ്യൽ പാക്കേജിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത്ര രൂപ ഫണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തില് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പോലെ ബീഹാറിന്റെയും ആന്ധ്രാപ്രദേശിന്റെയും വികസനത്തിന് ഗവൺമെന്റ് കൂടുതൽ ഫണ്ട് അനുവദിക്കുന്ന കുറച്ച് രാഷ്ട്രീയപരമായിട്ടുള്ള ലക്ഷ്യങ്ങളൊക്കെ വെച്ചിട്ട് അതെന്തോ ആയിക്കോട്ടെ. പക്ഷെ നമ്മൾ നോക്കാനുള്ളത് പൂർവോദയ ഈസ്റ്റേൺ സ്റ്റേറ്റുകൾക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ്. അതെന്ന് വെച്ചാൽ കൾച്ചറലി ഭയങ്കര റിച്ച് ആയിട്ടുള്ള സ്റ്റേറ്റുകളാണ്. അപ്പൊ അവരുടെ വികസനത്തിന് വേണ്ടി, വികസിത ഭാരതം അച്ചീവ് ചെയ്യണമെങ്കിൽ അവരുടെ വികസനവും കൂടെ ആവശ്യമാണ്. ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ ആൻഡ് ആന്ധ്രാപ്രദേശ്. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ബീഹാറും ആന്ധ്രാപ്രദേശൊക്കെ യഥാർത്ഥത്തിൽ ഭയങ്കര പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾ തന്നെയാണ്. ആന്ധ്രാപ്രദേശ് പ്രത്യേകിച്ച് തെലങ്കാന വിഭജനത്തിന് ശേഷം അവിടെ കൂടുതൽ വരുമാനം കിട്ടുന്ന സ്ഥലങ്ങളെല്ലാം തെലങ്കാനയിലോട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അടുത്ത് നോക്കിയാൽ അമൃത്സർ കൊൽക്കത്ത ഇൻഡസ്ട്രിയൽ കോറിഡോർ വിത്ത് ഡെവലപ്മെന്റ് ഓഫ് ആൻ ഇൻഡസ്ട്രിയൽ നോഡ് അറ്റ് ഗയ. അതായത് ഈ പറയുന്ന പോലെ അമൃത്സർ കൊൽക്കത്ത ഇൻഡസ്ട്രിയൽ കോറിഡോർ, അമൃത്സറിൽ നിന്ന് കൊൽക്കത്ത വരെ കണക്ട് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയൽ കോറിഡോർ, വ്യാവസായിക ഇടനാഴി. അതിനകത്ത് ഗയയിൽ ഒരു നോഡ്, ഇൻഡസ്ട്രിയൽ നോഡ് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ നെറ്റ്വർക്ക്, ഒരു ജംഗ്ഷൻ ഡെവലപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, അമൃത്സറിൽ നിന്ന്, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, നമ്മുടെ അമൃത്സറിൽ നിന്ന് എങ്ങോട്ട് പോകുന്ന, കൊൽക്കത്ത വരെ കണക്ട് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയൽ കോറിഡോർ. അവിടെ ബീഹാറിലെ ഗയയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇൻഡസ്ട്രിയൽ നോഡ്, ഒരു വ്യവസായ ഹബ്ബ് അവിടെ ഉണ്ടാക്കുമെന്നും എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ബീഹാറിന് കുറച്ചൊരു കൂടുതലായിട്ട് പരിഗണന കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി ജൻജതിയ ഉന്നത് ഗ്രാം അഭിയാൻ എന്ന് വെച്ചാൽ എന്താണ്? ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ 63,000-ഓളം വില്ലേജിൽ 5 കോടിയോളം ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ, മനസ്സിലായല്ലോ. അപ്പോൾ ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ സപ്പോർട്ട്, അവരുടെ സാമൂഹ്യ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള സ്കീമാണ്
പ്രധാൻമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ. പ്രധാൻമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ എന്ന് വെച്ചാൽ എന്താണ്? ട്രൈബൽ കമ്മ്യൂണിറ്റീസിൽപ്പെട്ട ആൾക്കാർക്ക് അവരുടെ സാമൂഹ്യ സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ളവർക്ക് 5 കോടിയോളം ആൾക്കാർക്ക് 63,000-ഓളം വില്ലേജിൽ ഇത് ഗുണം ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത്. അടുത്ത മോർ ദാൻ 100 ബ്രാഞ്ചസ് ഓഫ് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് വിൽ ബി സെറ്റ് അപ്പ് ഇൻ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ. നമുക്കറിയാം ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് കേട്ടിട്ടില്ലേ? IPPB എന്ന് പറയുന്നത്, അതായത് ഒരു പേയ്മെന്റ് ബാങ്ക് ആണ്. നമ്മുടെ പോസ്റ്റൽ വകുപ്പിന് കീഴിലുള്ള ഒരു പേയ്മെന്റ് ബാങ്ക് ആണ്. അതിന്റെ 100 ബ്രാഞ്ചുകൾ നോർത്ത് ഈസ്റ്റേൺ റീജിയനിൽ സെറ്റപ്പ് ചെയ്യുമെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെന്റ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് റീ ഓർഗനൈസേഷൻ ആക്ട്, നമുക്കറിയാം 2014 വന്ന ആന്ധ്രാപ്രദേശ് റീ ഓർഗനൈസേഷൻ ആക്ടില് ഗവൺമെന്റ് കൂടുതൽ കമ്മിറ്റ്മെന്റ്, അവരുടെ കമ്മിറ്റ്മെന്റ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. അതിന്റെ അർത്ഥം ആന്ധ്രാപ്രദേശിന് കൂടുതൽ പരിഗണന കൊടുക്കുന്നു. 15,000 കോടിയുടെ സാമ്പത്തിക സഹായം കൊടുക്കും. പോലാവാറം ഇറിഗേഷൻ പ്രോജക്ട്, രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ, അതായത് ഈ പറയുന്ന പോലെ എന്താണ്, അവിടുത്തെ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ പോലാവാറം ഇറിഗേഷൻ പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ വാട്ടർ ഇൻഫ്രാസ്ട്രക്ചർ, ജലഗതാഗതം മീൻസ് റെയിൽവേ, അതുപോലെ റോഡുകൾ, അതുപോലെ തന്നെ കോപ്പർത്തി നോഡ് ഓൺ വിശാഖപട്ടണം ചെന്നൈ ഇൻഡസ്ട്രിയൽ കോറിഡോർ, വിശാഖപട്ടണത്തിനെ ചെന്നൈയുമായി കണക്ട് ചെയ്യുന്ന വ്യാവസായിക ഇടനാഴിയുടെ ഇടയിൽ വരുന്ന കോപ്പർത്തി നോഡ് അല്ലെങ്കിൽ ആ കോപ്പർത്തി ജംഗ്ഷൻ അവിടെ എന്ത് ചെയ്യും? വികസിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, പിന്നെ ഓവർക്കൽ നോഡ്, ഹൈദരാബാദും ബാംഗ്ലൂരിനും ഇടയിലുള്ള ഓർവക്കൽ നോഡ്, അതായത് നോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു വ്യവസായ ഇടയിലുള്ള ഒരു സ്ഥലം, ആ സ്ഥലത്തിന് ഒരു പ്രധാന നെറ്റ്വർക്ക് ആക്കി, ഒരു പ്രധാന ഹബ്ബാക്കി മാറ്റുക, അതാണ് നോഡ്, ഇൻഡസ്ട്രിയൽ നോഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം തന്നെ ആന്ധ്രാപ്രദേശിന് ഗുണം ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ആന്ധ്രാപ്രദേശിന് കൂടുതൽ പ്രാധാന്യം ഈ ബജറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത മാനുഫാക്ചറിങ്ങും സർവീസുമായിട്ട് ബന്ധപ്പെട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം, പണ്ട് പറഞ്ഞ പോലെ മുൻ ബജറ്റുകളിലെല്ലാം പറയുന്ന പോലെ ചെറുകിട വ്യവസായങ്ങൾക്ക് കൂടുതൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി, ഈടില്ലാത്ത വായ്പകൾ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. ദെൻ മുദ്രാ ലോൺ എന്ന് പറയുന്നത് നമുക്കറിയാം ചെറുകിട വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് മുദ്രാ ലോൺ കൊടുത്തിട്ടുള്ളത്. അതിൽ തരുൺ വിഭാഗം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതായത് 10 ലക്ഷം രൂപ വരെ വായ്പയായിരുന്നു തരുൺ വിഭാഗത്തിന് കിട്ടിക്കൊണ്ടിരുന്നത്. ഒരു ചെറുകിട വ്യവസായം തുടങ്ങാൻ വേണ്ടി തരുൺ വിഭാഗത്തിന് 10 ലക്ഷം രൂപ വരെയായിരുന്നു വായ്പ കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ വായ്പ എടുത്തിട്ട് കൃത്യമായിട്ട് തിരിച്ചടച്ച ആൾക്കാരാണെങ്കിൽ ഇനി മുതൽക്ക് അവർക്ക് 20 ലക്ഷം രൂപ വരെ മുദ്രാ ലോൺ കിട്ടും. അപ്പൊ ശ്രദ്ധിക്കുക, മുദ്രാ ലോണിന്റെ തരുൺ വിഭാഗത്തിന് 10 ലക്ഷം രൂപ വരെയായിരുന്നു വായ്പ കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ വായ്പ എടുത്തിട്ട് കൃത്യമായിട്ട് തിരിച്ചടവ് നടത്തിയവരാണെങ്കിൽ ഇനി അവർക്ക് മുദ്രാ ലോണിലെ തരുൺ വിഭാഗം വഴി 20 ലക്ഷം രൂപ വരെ എന്ത് ചെയ്യാം? അവർക്ക് വായ്പ എടുക്കാം. അതുപോലെ 12 വ്യവസായ പാർക്കുകൾ വരുന്നു എന്ന് പറയുന്നു നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി. റെന്റൽ ഹൗസിംഗ്, അതായത് വ്യവസായ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് റെന്റൽ ഹൗസിംഗ്, വാടകയ്ക്ക് താമസിക്കാനുള്ള വീടുകൾ, ഡോർമെന്ററി ഉണ്ടല്ലോ, ഡോർമെന്ററി മാതൃകയിലുള്ള വീടുകൾ PPP മോഡൽ, അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്സ്, പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി വയബിലിറ്റി ഗ്യാപ് ഫണ്ടിന്റെ സപ്പോർട്ടോടി കൊടുക്കും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വ്യവസായ മേഖലയിലുള്ള തൊഴിലാളികൾക്ക് ഡോർമെന്ററി സംവിധാനത്തിലുള്ള വാടക വീടുകൾ കൊടുക്കുന്നുണ്ട്. ദെൻ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ, നമ്മുടെ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ കൊണ്ടുവരുന്നു എന്ന് പറയുന്നു. ക്രിട്ടിക്കൽ മിനറൽസിന്റെ ആഭ്യന്തര ഉൽപാദനം കൂട്ടാനും അതിന്റെ റീസൈക്ലിങ്ങിനും അതുപോലെ തന്നെ പുറത്ത് രാജ്യങ്ങളിൽ നിന്ന് അക്വിസിഷൻ വാങ്ങാനും വേണ്ടിയിട്ട് ക്രിട്ടിക്കൽ മിനറൽ മിഷൻ കൊണ്ടുവരുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ദെൻ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി, നമ്മൾ നേരത്തെ പ്രധാനമന്ത്രി പാക്കേജ് PM's പാക്കേജ് പറഞ്ഞ് ഓർക്കുന്നുണ്ടല്ലോ. PM പാക്കേജിനകത്ത് ആദ്യ 3 എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അടുത്തത് പറഞ്ഞു 4ാമത്തെ സ്കീം സ്കില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. ഇവിടെ നോക്കിയേ PM's പാക്കേജ് 5ാമത്തെ കാര്യം PM's പാക്കേജിനകത്ത് വരുന്നു ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി. കുട്ടികൾക്ക്, യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും. 1 വർഷത്തേക്ക് ഇന്റേൺഷിപ്പിനുള്ള അവസരം, മാസം 5,000 രൂപ വെച്ചിട്ട് ഓരോ മാസവും 5,000 രൂപ പ്ലസ് ആദ്യമായിട്ട് 6,000 രൂപ. അതായത് കമ്പനികൾ എന്ത് ചെയ്യണം? അവരുടെ CSR ഫണ്ടിൽ നിന്ന് ഈ പറയുന്ന പോലെ, അതായത് നമുക്ക് എന്ത് ചെയ്യാം, 500 ടോപ്പ് കമ്പനികൾ, ഇന്ത്യയിലെ 500 ഏറ്റവും വലിയ കമ്പനികളിൽ യുവാക്കളായിട്ടുള്ള ആൾക്കാർക്ക് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു 1 വർഷത്തേക്ക്. അത് PM പാക്കേജിന്റെ കീഴിലാണ് വരുന്നത്. മാത്രമല്ല ഈ ഇന്റേൺഷിപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ, ഞാനിപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് മാസം തോറും കമ്പനി 5,000 വെച്ച് തരണം, പ്ലസ് ഒറ്റത്തവണ ആദ്യം ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് 6,000 രൂപയും തരണം. ഇത് CSR ഫണ്ടിൽ നിന്നാണ് തരാനുള്ളത്. CSR അറിയാമല്ലോ, കോർപ്പറേറ്റ് സോഷ്യൽ
റെസ്പോൺസിബിലിറ്റി. കഴിഞ്ഞ തവണത്തെ UPSCയുടെ പ്രിലിംസിന്റെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു CSR ഫണ്ടിൽ ഈ പറയുന്ന തൊഴിലാളികൾക്ക് കൊടുക്കാമോ, തൊഴിലാളികൾക്ക് കൊടുക്കുന്ന ഫണ്ട് CSRൽ വരുമോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു UPSCയിൽ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും പ്രിലിംസിന്, ഇക്കഴിഞ്ഞ പ്രിലിംസിന്. അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ അടുത്ത തവണ വേണമെങ്കിൽ ഒരു ചോദ്യം വരാം, ഇന്റേൺഷിപ്പ് PM's പാക്കേജ് പ്രകാരം ഇന്റേൺഷിപ്പ് ജോയിൻ ചെയ്യുന്നവർക്ക് 6000 രൂപ CSR ഫണ്ട് വഴി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ 6000 രൂപ കൊടുക്കുന്നത് CSR ഫണ്ട് വരുമോ? വരും. അത് ഇത്തവണത്തെ ബജറ്റ് പ്രകാരം ആ സാധാരണ തൊഴിലാളികൾക്കും കമ്പനിയിലെ മറ്റാൾക്കാർക്കും കൊടുക്കുന്ന പൈസ CSR എന്ന് കൊടുക്കാൻ പാടില്ല. CSR എന്ന് വെച്ചാൽ എന്താ? കമ്പനി സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതായത് സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് വേണ്ടി കമ്പനി കൊടുക്കുന്ന ഫണ്ടാണ് CSR ഫണ്ട്. വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തം തൊഴിലാളികൾക്ക് കൊടുക്കുന്ന വരത്തില്ലായിരുന്നു. പക്ഷേ ഈ ബജറ്റ് പ്രകാരം 6000 രൂപ നിങ്ങൾ ഈ ഒരു PM's പാക്കേജ് വഴി ഇന്റേൺഷിപ്പിൽ ജോയിൻ ചെയ്തവർക്ക് കൊടുത്താൽ അത് CSR ഫണ്ട് വഴി കൊടുക്കാമെന്നൊന്ന് ആലോചിച്ച് ഓർത്തിരിക്കുക. ഇനി അടുത്ത ഇന്റഗ്രേറ്റഡ് ടെക്നോളജി പ്ലാറ്റ്ഫോം ഫോർ IBC എക്കോസിസ്റ്റം. IBC എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, ഇൻസോൾവൻസി ബാങ്ക്രപ്സി കോഡ്. അതായത് ഈ പറയുന്ന പോലെ നമുക്ക് ഇത്തരത്തില് ലോൺ എടുത്തിട്ട് ഇൻസോൾവെന്റ് ആയിട്ട് മാറുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഈ പറയുന്ന ബാങ്കുകളിൽ NPAs കൂടുന്നു, അല്ലെ നോൺ പെർഫോമിംഗ് അസറ്റ്, കിട്ടാക്കടങ്ങൾ കൂടുന്നു. ആ കിട്ടാക്കടങ്ങൾ കൂടുന്നത് ഒഴിവാക്കാൻ വേണ്ടി കൊണ്ടുവന്ന നിയമം, അതായത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മുഴുവൻ നിയമങ്ങളെ ഏകോപിപ്പിച്ചാണ് IBC കോഡ് കൊണ്ടുവരുന്നത്, ഇൻസോൾവൻസി ബാങ്ക്രപ്സി കോഡ്. അപ്പൊ ഇത്തരത്തിൽ ഇൻസോൾവൻസി ബാങ്ക്രപ്സി കോഡുമായിട്ട് ബന്ധപ്പെട്ട് ഇന്റഗ്രേറ്റഡ് ടെക്നോളജി പ്ലാറ്റ്ഫോം സെറ്റപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. IBC ആയിട്ട് ബന്ധപ്പെട്ട് മെച്ചപ്പെട്ട ഔട്ട്കം, മെച്ചപ്പെട്ട റിസൾട്ട് കിട്ടാൻ വേണ്ടി വേഗത്തിലുള്ള റിക്കവറി, അതായത് വേഗത്തിൽ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ, അതായത് നമുക്ക് പൈസ അടച്ച ലോൺ എടുത്തിട്ടുള്ള ആൾക്കാരുടെ നിന്ന് പൈസ റിക്കവറി ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ബെറ്റർ ഇന്റഗ്രേറ്റഡ് ടെക്നോളജി പ്ലാറ്റ്ഫോം കൊണ്ടുവരുമെന്ന് പറയുന്നു. അച്ചീവിംഗ് കൺസിസ്റ്റൻസി, ട്രാൻസ്പാരൻസി ആൻഡ് ടൈംലി പ്രോസസിംഗ്. മനസ്സിലായല്ലോ. ഇനി അടുത്തത് അർബൻ ഡെവലപ്മെന്റ്, നഗരവികസനവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് എന്താ പറയുന്നത്? ലോവർ സ്റ്റാമ്പ് ഡ്യൂട്ടീസ് ഫോർ പ്രോപ്പർട്ടീസ് പർച്ചേസ്ഡ് ബൈ വിമൻ. സ്ത്രീകൾ വാങ്ങുന്ന പ്രോപ്പർട്ടിക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി കുറയ്ക്കും. ശ്രദ്ധിച്ചോണം, അതൊരു വലിയ പ്രഖ്യാപനമാണ്. എന്താണ്? എൻകറേജിങ് സ്റ്റേറ്റ്, സംസ്ഥാനങ്ങൾ എൻകറേജ് ചെയ്യിപ്പിക്കുന്നു പറയുന്നത്, അല്ല കേന്ദ്രം ചെയ്യുന്നല്ല. കാരണം സ്റ്റാമ്പ് ഡ്യൂട്ടി സ്റ്റേറ്റുകൾ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ്? ഈ പറയുന്ന പോലെ സംസ്ഥാനങ്ങൾ സ്റ്റാമ്പ് ഡ്യൂട്ടി കളക്ട് ചെയ്യാറുണ്ട്, അല്ലെ, ഈ പറയുന്ന വസ്തു ഇടപാടുകൾക്ക്. അപ്പൊ ഇത്തരത്തിലുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി, സ്ത്രീകളുടെ പേരിലാണ് ഒരു വസ്തു വാങ്ങുന്നത്, സ്ത്രീകളാണ് ഒരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി കുറയ്ക്കാൻ വേണ്ടി സംസ്ഥാനങ്ങളെ എൻകറേജ് ചെയ്യിപ്പിക്കാൻ പറയുന്നുണ്ട്. എൻവിഷനിങ് എ സ്കീം ടു ഡെവലപ്പ് 100 വീക്ക്ലി ഹാർട്സ് ഓർ സ്ട്രീറ്റ് ഫുഡ് ഹബ്സ് ഇൻ സെലക്ടഡ് സിറ്റീസ്. അതായത് 100ഓളം വീക്ക്ലി ഹാർട്സ് എന്ന് വെച്ചാൽ ചന്തകളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ആഴ്ച ചന്തകളും അതുപോലെ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബുകളും തിരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങളിൽ വികസിപ്പിക്കാൻ വേണ്ടിയുള്ള സ്കീം. ട്രാൻസിറ്റ് ഓറിയന്റഡ് ഡെവലപ്മെന്റ് പ്ലാൻസ്. അപ്പൊ എന്താണ് ട്രാൻസിറ്റ് ഓറിയന്റഡ് ഡെവലപ്മെന്റ് പ്ലാൻ? അതായത് എന്ന് പറഞ്ഞാൽ ഒരു വലിയ വലിയ നഗരങ്ങളിൽ കൂടുതൽ ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവരുന്നതാണ് ട്രാൻസിറ്റ് ഓറിയന്റഡ് ഡെവലപ്മെന്റ് സ്കീം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് 14 നഗരങ്ങളിൽ 30 ലക്ഷത്തിന് മുകളിലുള്ള 14 നഗരങ്ങളിൽ ട്രാൻസിറ്റ് ഓറിയന്റഡ് ഡെവലപ്മെന്റ് പ്ലാൻ നടപ്പിലാക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ പ്രൊമോട്ട് വാട്ടർ സപ്ലൈ, സീവേജ് ട്രീറ്റ്മെന്റ്, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്. 100 വലിയ നഗരങ്ങളിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു പദ്ധതികൾ നടപ്പിലാക്കുമെന്നും സർക്കാർ പറയുന്നുണ്ട്. മറ്റൊന്ന് എനർജി സെക്യൂരിറ്റി, ഊർജ്ജ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രൈവറ്റ് സെക്ടറിനെ ന്യൂക്ലിയർ എനർജിയിലോട്ട്, ശ്രദ്ധിക്കുക, പ്രൈവറ്റ് സെക്ടറിനെ ന്യൂക്ലിയർ എനർജിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഇനിഷ്യേറ്റീവ്. ഒന്ന്, സെറ്റിംഗ് അപ്പ് ഓഫ് ഭാരത് സ്മോൾ റിയാക്ടർ. ഭാരത് സ്മോൾ റിയാക്ടറുകൾ ആരംഭിക്കുന്ന കാര്യം പറയുന്നുണ്ട്. ഭാരത് സ്മോൾ മോഡുലാർ റിയാക്ടർ ആൻഡ് ന്യൂ ടെക്നോളജി ഫോർ ന്യൂക്ലിയർ എനർജി, അതിനുവേണ്ടിയുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കണ്ടക്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. AUSC തെർമൽ പവർ പ്ലാൻ, അഡ്വാൻസ്ഡ് അൾട്രാ സൂപ്പർ ക്രിട്ടിക്കൽ തെർമൽ പവർ പ്ലാൻസ്. അപ്പോൾ അഡ്വാൻസ്ഡ് അൾട്രാ സൂപ്പർ ക്രിട്ടിക്കൽ തെർമൽ പവർ പ്ലാൻസ് ആണ് AUSC തെർമൽ പവർ പ്ലാൻസ്. NTPCയും BHELഉം. NTPC അറിയാം, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ. ബെൽ എന്ന് പറയുന്ന ഭാരത് ഹെവി ഇലക്ട്രോണിക്സ് ലിമിറ്റഡുമായിട്ട് ചേർന്നിട്ട് 800 മെഗാവോൾട്ട് ശേഷിയുള്ള കൊമേഴ്ഷ്യൽ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. എനർജി ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്ന കാര്യവും എനർജി സെക്യൂരിറ്റിക്ക് അത് പറയുന്നുണ്ട്. അവിടെ ഇപ്പൊ AUSC തെർമൽ പവർ പ്ലാന്റ്സിന്റെ കാര്യം ഓർത്തിരിക്കുക, ഭാരത് സ്മോൾ റിയാക്ടേഴ്സിന്റെ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഇനി PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന, അതായത് എന്താണ്? പുരപ്പുറ സൗരോർജ്ജ പദ്ധതിയാണ്. 1 കോടിയോളം ആൾക്കാർക്ക് സൗജന്യ വൈദ്യുതി കിട്ടുന്നുണ്ട്. 300 യൂണിറ്റ് വരെയാണ് ഒരു മാസം. അതുപോലെ 1.28 crore രജിസ്ട്രേഷനും 14 ലക്ഷം ആപ്ലിക്കേഷനുമാണ് ഇതുവരെ ഇതിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ളത്. അതിനുവേണ്ടി ഗവൺമെന്റ് കൂടുതൽ ഇനിഷ്യേറ്റീവ് നടത്തുമെന്ന് പറയുന്നുണ്ട്. ദെൻ ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി ഈ വർഷം ഗവൺമെന്റ് 111111, അതായത്
കൃത്യമായിട്ട് പറഞ്ഞാൽ 1 tens 100,000 10,000 lakh 10 lakh 11,11,111 കോടി രൂപയാണ് അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി ഗവൺമെന്റ് ചെലവാക്കും എന്ന് പറയുന്നത്. മൊത്തം GDP-യുടെ, ശ്രദ്ധിക്കുക, നമ്മുടെ മൊത്തം ദേശീയ വരുമാനത്തിന്റെ GDP-യുടെ 3.4% ഗവൺമെന്റ് ഇത്തവണ അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്നത്. 1.5 ലക്ഷം കോടി എന്ത് ചെയ്യുന്നുണ്ട്, സംസ്ഥാനങ്ങൾക്ക് പലിശരഹിത ലോണുകളായിട്ട് കൊടുക്കും. അത് മുന്നേ ഉണ്ടായിരുന്ന തന്നെയാണ്, അതിന്റെ ഒരു കണ്ടിന്യൂഷൻ. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന, നമുക്കറിയാലോ, ഗ്രാമീണ റോഡുകളുടെ വികസനത്തിന് വേണ്ടി ഓൾ വെതർ കണക്ടിവിറ്റി ഉറപ്പാക്കാൻ വേണ്ടി 4ാം ഘട്ടം നടപ്പിലാക്കുമെന്ന് പറയുന്നു. ശ്രദ്ധിക്കുക, പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഒരുപാട് റോഡുകൾ അതിന്റെ ഭാഗമായി വികസിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയുടെ 4ാം ഘട്ടം കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇറിഗേഷൻ ആൻഡ് ഫ്ലഡ് മിറ്റിഗേഷൻ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് ഈ പാർലമെന്റിൽ പ്രതിപക്ഷമൊക്കെ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, എതിർപ്പുകൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. കാരണം ബീഹാർ കേന്ദ്രീകരിച്ച് കൂടുതൽ കാര്യങ്ങൾ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. ഇവിടെ നോക്കി, ബീഹാറുമായിട്ട് ബന്ധപ്പെട്ട കോസി മേച്ചി ഇൻട്രാ സ്റ്റേറ്റ് ലിങ്ക്, അതായത് പുതിയ സ്കീമുകൾ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇറിഗേഷനുമായിട്ടും ഫ്ലഡ് മിറ്റിഗേഷൻ, നമ്മുടെ പ്രളയം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആസാം, സിക്കിം, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശിന്റെ പ്രളയ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട്, പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ബീഹാറുമായിട്ട് ബന്ധപ്പെട്ട് കോസി മേച്ചി നദിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രളയത്തിന് ശേഷം പുനർനിർമ്മാണം, പുനരധിവാസമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഇറിഗേഷൻ പ്രോപ്പറായിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള സ്കീമുകൾ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. ദെൻ ടൂറിസം, ഇതാണ് വീണ്ടും ബീഹാറിലോട്ട് പോകുന്നു. സർക്കാരിന്റെ ശ്രദ്ധ വീണ്ടും ബീഹാറിലോട്ട് പോകുന്നു. വിഷ്ണുപത് ടെമ്പിൾ കോറിഡോർ ആൻഡ് മഹാബോധി ടെമ്പിൾ കോറിഡോർ മോഡൽ ഓൺ കാശി വിശ്വനാഥ് ടെമ്പിൾ കോറിഡോർ. നമുക്കറിയാം, മുന്നേ പ്രഖ്യാപിച്ച ഒരു സാധനമാണ് കാശി വിശ്വനാഥ് ടെമ്പിൾ ഇടനാഴി. അപ്പൊ കാശി വിശ്വനാഥ ക്ഷേത്ര ഇടനാഴി മാതൃകയിൽ ബീഹാറിലുള്ള വിഷ്ണുപത് ടെമ്പിൾ കോറിഡോറും അല്ലെങ്കിൽ മഹാബോധി ടെമ്പിൾ ഇടനാഴിയും കൂടെ നിർമ്മിക്കും. അത് രണ്ടും ബീഹാറിലാണ്. അതുപോലെ രാജ്ഗിർ അറിയാലോ, ഹിന്ദുക്കൾക്കും ബുദ്ധിസ്റ്റുകൾക്കും ജൈനുകൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് രാജ്ഗിറിന്റെ വികസനവും പറയുന്നുണ്ട്, അതും ബീഹാറിലാണ്. അതുപോലെ നളന്ദ യൂണിവേഴ്സിറ്റിനെ ഒരു ഡെവലപ്മെന്റ്, ഒരു ടൂറിസം സെന്റർ ആയിട്ട് ഉയർത്തും എന്ന് പറയുന്നു, അതും ബീഹാറിലാണ്. അപ്പൊ ഇവിടെ കാര്യങ്ങളെല്ലാം ബീഹാറിലോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഒഡീഷ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പോലെ ഡെവലപ്മെന്റ് ഓഫ് ഒഡീഷ ഇപ്പൊ റീസെന്റ് ആയിട്ട് BJPക്ക് അധികാരം കിട്ടിയ ഒരു സ്റ്റേറ്റ് ആണ്. അപ്പൊ നോക്കി, ഒഡീഷ സീനിക് ബ്യൂട്ടി, ടെമ്പിൾ, മോണുമെന്റ്സ്, ക്രാഫ്റ്റ്മാൻഷിപ്പ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, നാച്ചുറൽ ലാൻഡ്സ്കേപ്പ് ആൻഡ് പ്രിസ്റ്റിൻ ബീച്ചസ് മേക്കിംഗ് ഇറ്റ് ആൻ അൾട്ടിമേറ്റ് ടൂറിസം ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഒഡീഷയുടെ വികസനത്തിനെ പറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ടൂറിസത്തിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, കൂടുതലായിട്ടും ആന്ധ്രയിലും അതുപോലെ തന്നെ ബീഹാറിലും ഈ ഒരു ബജറ്റ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്ന് നമുക്ക് ഇത് നോക്കുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. കാരണം എടുത്തു പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റുകൾ ബീഹാറും ആന്ധ്രാപ്രദേശുമാണ്, പിന്നീട് ഒഡീഷയുമാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിരിക്കുക. കാരണം ഇത് രാഷ്ട്രീയ നേട്ടത്തിനാണ്. നമ്മൾ പഠിത്തത്തിന്റെ കാര്യത്തിലൊന്നും അത് കൊണ്ടുവരേണ്ട കാര്യമില്ല. ജസ്റ്റ് ഞാൻ അത് പ്രതിപക്ഷ ബഹളമൊക്കെ നിങ്ങൾ സഭയിൽ കണ്ടിട്ടുണ്ടായിരിക്കും, അത് കണ്ടുകൊണ്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്ത് ഇന്നോവേഷൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, അതായത് ഓപ്പറേഷണലൈസേഷൻ ഓഫ് ദ അനുസദൻ നാഷണൽ റിസർച്ച് ഫണ്ട്, അതുപോലെ തന്നെ സ്പേസ് എക്കണോമിക്ക് വേണ്ടി 1000 കോടി രൂപയുടെ വെഞ്ചർ ക്യാപിറ്റൽ സെറ്റപ്പ് ചെയ്യുമെന്ന് പറയുന്നു. ശ്രദ്ധിക്കുക, സ്പേസ് എക്കണോമിക്ക് വേണ്ടി 1000 കോടി രൂപയുടെ വെഞ്ചർ ക്യാപിറ്റൽ. ഇനി നെക്സ്റ്റ് ജനറേഷൻ റിഫോംസ്, നമ്മൾ പറഞ്ഞു അടുത്ത തലമുറ പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്ന യുണീക്ക് ലാൻഡ് പാഴ്സൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ, ഭൂ ആധാർ, അതായത് എല്ലാ ഭൂമി ഉടമകൾക്കും ഒരു പ്രത്യേക ഐഡന്റിഫിക്കേഷൻ, നമ്മൾ ആധാർ കിട്ടുന്നത് പോലെ തന്നെ ഒരു ഭൂമിക്ക് ഇന്ന ഐഡന്റിഫിക്കേഷൻ നമ്പർ, അതിനാണ് ഭൂ ആധാർ എന്ന് പറയുന്നത്. യുണീക്ക് ലാൻഡ് പാഴ്സൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ ഭൂ ആധാർ, എല്ലാ ഭൂമികൾക്കും ഒരു ഭൂ ആധാർ, ഒരു യുണീക്ക് നമ്പർ കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ലാൻഡ് റെക്കോർഡ് എല്ലാം ഡിജിറ്റൈസ് ചെയ്യും. അതുപോലെ തന്നെ കഡസ്ട്രൽ മാപ്പുകൾ എല്ലാം തന്നെ ഡിജിറ്റൈസ് ചെയ്യും. ഇപ്പൊ നിലവിലുള്ള കഡസ്ട്രൽ മാപ്പുകൾ ഡിജിറ്റൈസ് ചെയ്യും. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ലാൻഡ് രജിസ്ട്രി, ഇത് മുന്നേ പറയുന്നതാണ്, ലാൻഡ് രജിസ്ട്രി എസ്റ്റാബ്ലിഷ് ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഇനി കുറച്ചും കൂടെ ഉണ്ട്. FDI ഓവർസീസ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. NPS വാത്സല്യ, ഇതെന്ന് അറിഞ്ഞിരിക്കുക, നാഷണൽ പെൻഷൻ സ്കീം വാത്സല്യ, NPS വാത്സല്യ, ഇതെന്ന് പറയുന്നത് അച്ഛനമ്മമാർക്കോ അല്ലെങ്കിൽ ഗാർഡിയൻസിനോ മൈനർ ആയിട്ടുള്ള 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കീമാണ് NPS വാത്സല്യ. ഓർത്തിരിക്കുക, ശ്രദ്ധിക്കുക, വേണമെങ്കിൽ ചോദിക്കാം. ഒരു മൈനേഴ്സ് ആയിട്ടുള്ള 18 വയസ്സിന് താഴെയുള്ള മക്കൾക്ക് അല്ലെങ്കിൽ അച്ഛനമ്മമാർക്കോ ഗാർഡിയൻസിനോ അവർക്ക് വേണ്ടി ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ന്യൂ പെൻഷൻ സ്കീമിനെ പറ്റി എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും 9 പ്രയോറിറ്റി മേഖലയ്ക്കകത്ത് ഗവൺമെന്റ് പറയുന്ന പോയിന്റുകളാണ്.
ഇനി ഇൻഫ്ലേഷനെ പറ്റി പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഗവൺമെന്റ് 4ലോട്ട് ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. 2023 5.4 ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ CPI ആണ് പറയുന്ന കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പ്രകാരമുള്ള ഇൻഫ്ലേഷൻ. അതുപോലെ 2023-24 വളർച്ചാ നിരക്ക് 8.2% ഈ ബജറ്റിനകത്ത് പറയുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇന്നലെ നമ്മുടെ രാജ്യത്ത് എക്കണോമിക് സർവേ വന്നിട്ടുണ്ടായിരുന്നു. എക്കണോമിക് സർവേ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരാഴ്ച 1.5 ആഴ്ച കഴിയുമ്പോൾ മൊത്തത്തിൽ ഞാനൊന്ന് വായിച്ചു നോക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. ഇവിടെ പറയുന്ന 8.2% വളർച്ചയാണ് 2023-24 ഇന്ത്യ കൈവരിച്ചതെന്ന് ഈ ഒരു ബജറ്റിനകത്ത് പറയുന്നുണ്ട്. ഇനി ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് 1961 നിലവിൽ വന്നത് അല്ലെ. 1961 നിലവിൽ വന്ന ഇൻകം ടാക്സ് ആക്ട് ഒന്ന് റിവ്യൂ ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പഴയ നിയമമാണ്, അത് വായിച്ചെടുക്കാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആ നിയമത്തിനെ ഒന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് 6 മാസത്തിനകത്ത് അതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഗവൺമെന്റ് പറയുന്നുണ്ട്. സിംപ്ലിഫിക്കേഷൻ ഓഫ് ചാരിറ്റി ആൻഡ് TDS, ചാരിറ്റിയായിട്ട് ബന്ധപ്പെട്ട ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളെല്ലാം സിംപ്ലിഫൈ ചെയ്യുമെന്ന് എളുപ്പത്തിലാക്കും, അതായത് മനസ്സിലാകുന്ന രീതിയിലാക്കും എന്ന് പറയുന്നുണ്ട്. ഡീപ്പനിങ് ദ ടാക്സ് ബേസ്, നികുതി അതായത് ടാക്സ് ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൂടുതൽ ആൾക്കാരെ നികുതിയുടെ പരിധിയിലോട്ട് കൊണ്ടുവരിക, കൂടുതൽ സാധനങ്ങൾ നികുതിയിലോട്ട് കൊണ്ടുവരിക. അതിന്റെ അർത്ഥം ഗവൺമെന്റ് കൂടുതൽ നികുതി വരുമാനം തേടാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, പുതിയ നികുതി പരിഷ്കാര പ്രകാരം 3 മുതൽ 7 ലക്ഷം വരെ, അതായത് 3 ലക്ഷം വരെ 0% നികുതി കൊടുക്കണ്ട, 3 മുതൽ 7 ലക്ഷം വരെ 5% നികുതി. അപ്പൊ നികുതിയുടെ കാര്യമാണ് പറയുന്നത്. 7 മുതൽ 10 ലക്ഷം വരെ 10%, 10 മുതൽ 12 ലക്ഷം വരെ 15%, 12 മുതൽ 15 ലക്ഷം വരെ 20%, 15 ലക്ഷത്തിന് മുകളിൽ 30% നികുതി. അതാണ് പുതിയ നികുതി ഘടന. ഇനി ഇതിനകത്ത് പറയുന്നുണ്ട്, സാലറീഡ് എംപ്ലോയി ആണെങ്കിൽ ഇതുവരെ 50,000 രൂപ വരെ എനിക്ക് എന്ത് ചെയ്യാം, ഡിഡക്ഷൻ, അതായത് എന്റെ വരുമാനത്തിൽ നിന്ന് എനിക്ക് 50,000 രൂപ ഇളവായിട്ട് കാണിക്കാം. സാലറി കിട്ടുന്ന എല്ലാ ആൾക്കാർക്കും നികുതി അടയ്ക്കുന്ന സമയത്ത് 50,000 രൂപ കുറച്ച് കാണിക്കാം, അതായത് ഡിഡക്ഷൻ ആയിട്ട് അനുവദിക്കും. അതായത് എന്റെ വരുമാനത്തിൽ നിന്ന് 50,000 രൂപ എനിക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് കുറയ്ക്കാം. ഇപ്പോൾ അത് എന്ത് ചെയ്തിട്ടുണ്ട്, 75,000 രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. 75,000 രൂപ വരെ എനിക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടും. അതുപോലെ തന്നെ ഫാമിലി പെൻഷന് മുന്നേ 15,000 രൂപ വരെ പെൻഷൻ കിട്ടുമ്പോൾ കുറയ്ക്കാൻ പറ്റത്തുള്ളൂ, ഇപ്പം 25,000 രൂപ വരെ ഡിഡക്ഷൻ ആയിട്ട് കുറയ്ക്കാം. അങ്ങനെ ഏകദേശം 17,500 രൂപ മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി അടുത്ത ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് 20% നികുതി നിരക്കിൽ കൊടുക്കണമെന്ന് പറയുന്നു. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 12%. ഇൻക്രീസ് ദ ലിമിറ്റ് ഓഫ് എക്സംഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ഓൺ ഫിനാൻഷ്യൽ അസറ്റ് 1.2 ലക്ഷം വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ലിമിറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി, നികുതി കൊടുത്താൽ മതി. ഇനി മറ്റു കാര്യം പറയുന്നത്, ഏഞ്ചൽ ടാക്സ് കംപ്ലീറ്റ് ആയിട്ട് അബോളിഷൻ ചെയ്യുന്നു. ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് നിങ്ങൾക്കറിയാം, ഒരു സ്ഥാപനത്തിൽ ഒരാൾ വന്നിട്ട് പുതിയതായിട്ടൊരു സ്ഥാപനം തുടങ്ങുന്നു, അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്, വലിയ വലിയ വ്യവസായികളൊക്കെ ഇങ്ങനെ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് വരാറുണ്ട്. അവരുടെ നികുതി കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാകുന്നു. അതായത് ഡൊമസ്റ്റിക് ക്രൂസുകൾക്ക് വേണ്ടി, കപ്പലുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്രൂസിങ്ങിന് വേണ്ടിയിട്ടുള്ള നികുതി എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. സേഫ് ഹാർബർ റേറ്റ് മൈനിങ് കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ളവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സേഫ് ഹാർബർ റേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. കോർപ്പറേറ്റ് നികുതി 40 നിന്ന് 35 കുറച്ചു വിദേശ കമ്പനികൾക്ക്. അപ്പൊ വിദേശ കമ്പനികൾക്ക് മുന്നേ അവരുടെ ലാഭത്തിന്റെ 40% കോർപ്പറേറ്റ് ടാക്സ് ആയിട്ട് കൊടുക്കണം. ഇപ്പോൾ അത് 35% മാത്രം കൊടുത്താൽ മതി. കോർപ്പറേറ്റ് ടാക്സും കുറച്ചിട്ടുണ്ട്. ഇനി ഗവൺമെന്റ് കസ്റ്റംസ് ഡ്യൂട്ടിയിൽ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട്, അതും കൂടെ ഒന്ന് നോക്കണം കേട്ടോ. അതായത് ക്യാൻസർ മരുന്നുകൾക്ക് 3 അധിക ക്യാൻസർ മരുന്നുകൾക്ക് കസ്റ്റംസ് ഡ്യൂട്ടി പൂർണ്ണമായിട്ടും ഒഴിവാക്കി. ഇനി അതിനുശേഷം എന്താണ്, ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി മൊബൈൽ ഫോണുകൾ 15% കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ PCBA ചാർജറുകൾക്ക്, അതായത് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് അസംബ്ലിക്കും ചാർജറിനും എന്ത് ചെയ്യുന്നുണ്ട്, 15% കസ്റ്റംസ് ഡ്യൂട്ടി. അതായത് മൊബൈൽ ഫോണിന്, മൊബൈൽ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് അസംബ്ലിക്ക്, ചാർജറിന് 15% കസ്റ്റംസ് ഡ്യൂട്ടി. ഇപ്പൊ മൊബൈലുകളുടെ വില കുറയും. ഇനി ഗോൾഡിനും സിൽവറിനും ഇറക്കുമതിക്കുള്ള ഡ്യൂട്ടി ഗോൾഡിന് 6%, സിൽവറിന് 6.4% കുറച്ചിട്ടുണ്ട്. ഗോൾഡിന്റെയും സിൽവറിന്റെയും വില കുറയും. റെഡ്യൂസ് BCD ഓൺ ഷ്രിംപ് ആൻഡ് ഫിഷ് ഫീഡ്സ് 5%. അതായത് നമ്മൾ പറഞ്ഞു, ചെമ്മീൻ കയറ്റുമതി, ഇന്ത്യയുടെ മൊത്തം സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ 2/3 ചെമ്മീനാണ്. അപ്പൊ ചെമ്മീനുകൾക്കും അതുപോലെ തന്നെ മറ്റ് മീനുകൾക്കും കൊടുക്കാനുള്ള ഫുഡ് ഉണ്ടല്ലോ, ഫിഷ് ഫുഡ്, അതിന് ഇറക്കുമതി ഉണ്ടല്ലോ, അതിന് 5% ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് കസ്റ്റംസ് ഡ്യൂട്ടിയിൽ. പിന്നെ അതിനുശേഷം പറയുന്നത് എന്താണ്, എക്സംപ്റ്റഡ് മോർ ക്യാപിറ്റൽ ഗുഡ് ഫോർ മാനുഫാക്ചറിങ് സോളാർ സെൽ ആൻഡ് പാനൽ. സോളാർ സെല്ലുകളും പാനലുകളും നിർമ്മിക്കാൻ വേണ്ടി മറ്റ് രാജ്യങ്ങളിൽ നമ്മൾ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ
അതിനും കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ 25 ക്രിട്ടിക്കൽ മിനറൽസ്, ധാതുക്കൾ ഇറക്കുമതി ചെയ്യുമ്പോൾ അതിനും എന്ത് ചെയ്തിട്ടുണ്ട്, കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഇതൊന്ന് നോക്കുക, ഏതിനൊക്കെ കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കി എന്നുള്ള കാര്യം നോക്കുക, അതിന്റെ ഗുണം എന്താണ് എന്ന് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്ന നമ്മൾ പറഞ്ഞു സ്റ്റേറ്റുകളുടെ ടാക്സ്, ഡ്യൂട്ടി തുടങ്ങിയ കാര്യങ്ങൾ കൊടുക്കാനാണെങ്കിൽ ഏത് മന്ത്രാലയത്തിനാണ് ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കിയത്? ഡിഫൻസ് മിനിസ്ട്രിക്കാണ്. അപ്പൊ നോക്കിയേ, ഡിഫൻസ് മിനിസ്ട്രിക്ക്, രണ്ടാമത് റൂറൽ ഡെവലപ്മെന്റ്, മൂന്നാമത് കൃഷിയായിട്ട് ബന്ധപ്പെട്ട, അപ്പൊ ഡിഫൻസിനാണ് ഏറ്റവും കൂടുതലായിട്ട് പൈസ ഗവൺമെന്റ് ചെലവാക്കുന്ന മന്ത്രാലയം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്ന് നമ്മുടെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിനകത്ത് നമുക്ക് നോക്കാനുള്ളത്. വേഗത്തിൽ നടന്ന കാര്യങ്ങളൊന്ന് ഓടിച്ചു നോക്കിയാണ് നമ്മൾ ചെയ്തത്. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ധാരണ, ബജറ്റിനെ പറ്റി ഈ ഒരു ധാരണ മാത്രം നമുക്ക് മതി. ഇത്രയും കാര്യങ്ങൾ, ഈ ഒരു വർഷത്തെ ബജറ്റിൽ ഇത്രയും കാര്യങ്ങൾ മാത്രം നമുക്ക് നോക്കിയാൽ മതി. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ വരുന്ന ദിവസങ്ങളിൽ ഗവൺമെന്റ് പല പദ്ധതികളും പല പേരുകളിൽ ഇനി അനൗൺസ് ചെയ്യത്തേ ഉള്ളൂ. അപ്പൊ ഇന്ന് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു വർഷത്തെ ബജറ്റിനെ പറ്റി നോക്കിയാൽ മതി, വേറെ കൂടുതൽ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇതിന്റെ നോട്ട് ഇംഗ്ലീഷിൽ ഇന്ന് തന്നെ ടെലഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യാം, മലയാളത്തിൽ നാളെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. കാരണം ഇതിന് മലയാളമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം, കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അപ്പൊ അത് മലയാളത്തിൽ നാളെ കിട്ടും. അപ്പൊ ഇനി വരുന്ന ഇപ്പോൾ UPSC എക്സാമിന് പോകുന്ന ആൾക്കാരും അതുപോലെ LSGS മെയിൻസ് എഴുതുന്ന ആൾക്കാരും LD ഈ ഒന്നാം ഘട്ടമല്ല അത് കഴിഞ്ഞിട്ടുള്ള ഘട്ടത്തിലുള്ള ആൾക്കാർ ഈ വീഡിയോ കാണുക. LDCക്കുള്ളവർ മലയാളത്തിലെ നോട്ട് വായിച്ചു നോക്കുക, അല്ലാത്തവർ ഈ ഒരു ഇംഗ്ലീഷ് നോട്ട് വായിച്ചു നോക്കിയാൽ മതി. ഇനി നമുക്ക് പറയാനുള്ള നോട്ടുകളെല്ലാം ടെലഗ്രാം ചാനലിൽ ലഭ്യമാണ്. നമ്മുടെ ടെലഗ്രാം ചാനലിന്റെയും കറണ്ട് അഫയേഴ്സ് ടെലഗ്രാം ചാനലിന്റെയും ലിങ്ക് നമുക്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്യാം. അതൊന്ന് നിങ്ങൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ പറയാനുള്ളത്, നിങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഇനി നമുക്ക് എക്കണോമിക് സർവേയുടെ വീഡിയോ, അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ വീഡിയോസ്, മുൻവർഷത്തെ ബജറ്റ് തുടങ്ങിയ കാര്യങ്ങളിൽ നമ്മൾ ഒന്നും കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട ആൾക്കാർക്ക് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കുറഞ്ഞ സമയത്തിൽ നമുക്ക് ബജറ്റ് അവതരിപ്പിച്ച് ഇത്ര വേഗത്തിൽ ഒരു വീഡിയോ തയ്യാറാക്കുന്നതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, വരുന്ന ദിവസത്തെ നോട്ടുകളായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്